കാര്യമാണ്. സ്വഹാബിമാർ നിരാക്ഷേപം ചെയ്തു പോന്ന, സ്വഹാബിമാർ സ്വീകരിച്ചു പോകുന്ന രീതിയുമാണ്. അവര് അത് മാതൃകയായി കാണിച്ചു. നബി തങ്ങളെ മുടി അവർ സൂക്ഷിച്ചു വെച്ചു, ഉപയോഗപ്പെടുത്തി. നബി തങ്ങളുടെ വിയർപ്പ്, നബി തങ്ങൾ തുപ്പുനീര് വരെ സ്വഹാബത്ത് എടുത്തു വെച്ചു. അതേസമയം നബി തങ്ങൾ കഴിഞ്ഞ ഏറ്റവും വലിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ശേഷം ഉമർ ഫാറൂഖാണ്, ഉസ്മാൻ അഫ്ഫാനാണ്, അലി ഇബ്നു അബീ ത്വാലിബാണ് റളിയല്ലാഹു അൻഹും. അത് കഴിഞ്ഞാൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 6 പേരാണ്. എന്നാൽ ഈ മഹാന്മാരായ 10 പേർ ജീവിച്ചിരുന്നിട്ട് മറ്റേതെങ്കിലും സ്വഹാബി ഈ സ്വഹാബിമാരെ കൊണ്ട് ഇതുപോലെ ബർക്കത്തെടുത്തോ? ഇല്ല. നബിതങ്ങളുടെ മുടി ഉപയോഗിച്ചതുപോലെ സിദ്ദീഖുൽ അക്ബറിന്റെ മുടി അത് കൊണ്ടുപോയ സംഭവമുണ്ടോ? ഇല്ല. ഉമർ ഖത്താബിന്റെ ഒരു വസ്ത്രം, ഉമർ ഖത്താബിന്റെ തുപ്പുനീര്, ഉമർ ഖത്താബിന്റെ വിയർപ്പ് മറ്റേതെങ്കിലും സ്വഹാബി ഒരു താബിഈ എടുത്ത് സൂക്ഷിച്ചു വെച്ചുവോ? ഇല്ല. അവരാരും ചെയ്തില്ല. അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടുമില്ല. ഒരൊറ്റ സ്വഹാബിയെ മറ്റൊരു സ്വഹാബിയോ ഒരു താബിഈയോ ബറക്കത്തിനായി ഉപയോഗിച്ച സംഭവമില്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഇത് നബി തങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇത് നബിക്ക് മാത്രമുള്ളതാണ്. നബിയുടെ സവിശേഷതയാണ്. ആ നബി തങ്ങളോട് താരതമ്യം ചെയ്യാവുന്ന മറ്റു സൃഷ്ടിയുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ നബിയോട് ഖിയാസാക്കിയിട്ട് മറ്റാരെങ്കിലും അതേ വഴിയിൽ കൊണ്ടുവരാൻ നമുക്ക് വകുപ്പില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കാന്തപുരം മുസ്ലിയാർ അദ്ദേഹം 2005 പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് ഇവിടെ നബി തങ്ങളുടെ മുടി കിട്ടിയിട്ടുണ്ട്. അല്ലാഹു റസൂലിന്റെ മുടി കാരന്തൂർ മർക്കസിലേക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് 2005 ആദ്യമായി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ അന്നേ പറഞ്ഞു അത് നബിയുടെ മുടി അല്ല, സംശയിക്കേണ്ട കാര്യമില്ല. ആണോ അല്ലേന്ന് അന്വേഷിക്കേണ്ട കാര്യം പോലുമില്ല. എന്തുകൊണ്ടില്ല? 2 കാരണമാണ്. ഒന്ന്, നബിതങ്ങളുടെ ശേഷിപ്പുകളായി സ്ഥിരപ്പെട്ടു വന്ന ഒരൊറ്റ ശേഷിപ്പും ഇന്ന് ലോകത്തെവിടെയുമില്ല. നബിയുടെ ശേഷിപ്പ് എന്ന പേരിൽ ലോകത്ത് പലയിടത്തുമുണ്ട്. പക്ഷേ നബി തങ്ങളുടെ ശേഷിപ്പാണ് എന്ന് ലോകം അംഗീകരിച്ച, മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചു പോന്ന, സ്ഥിരപ്പെട്ടു വന്ന എന്തെങ്കിലും ശേഷിപ്പ് ലോകത്ത് അവശേഷിക്കുന്നുണ്ടോ? ഇല്ല. ആ പേരിൽ പലതും ഉണ്ടാകാം. ഏറ്റവും അധികം ഇന്ന് നബി തങ്ങളുടെ ശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന നാടെന്ന് പറയുന്നത് തുർക്കിയും അതേപോലെ ഈജിപ്തും ഒക്കെയാണ്. മക്ക മദീനയൊന്നുമല്ല, മക്ക മദീനയൊന്നുമല്ല. അതിനപ്പുറത്ത് തുർക്കിയിലും ഈജിപ്തിലുമൊക്കെയാണ്. ഇത് അൽ ആസാറുൻ നബവിയ്യ എന്ന ഗ്രന്ഥമാണ്. അൽ ആസാറുൻ നബവിയ്യ, നബി തങ്ങളുടെ ശേഷിപ്പുകൾ ലോകത്തെവിടെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഇന്നത്തെ ചരിത്രം വെച്ചുകൊണ്ട് സ്ഥാപിച്ച സമസ്തക്ക് അംഗീകരിക്കുന്ന സൂഫിയായ ആളുടെ ഒരു കിതാബാണ്. ഇതിൽ നബിയുടെ പുതപ്പ്, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ വാള്, നബി തങ്ങളുടെ ചെരുപ്പ് തുടങ്ങി ഓരോന്നും ചർച്ചക്കെടുക്കുമ്പോൾ അവിടെയൊക്കെ പറയുന്നു ഇതൊന്നും സ്ഥാപിക്കാൻ നമുക്ക് ന്യായമൊന്നുമില്ല. നബി തങ്ങളുടെ മുടിയോ കുറച്ച് കാലങ്ങളായി ലോകത്ത് പലയിടത്തും ധാരാളം മുടിയുണ്ട്. തുർക്കിയിലൊക്കെ 10-35 മുടിയുണ്ടെന്നാണ് ഇതിന് പറയുന്നത്. അങ്ങനെ പല സ്ഥലത്തുമുണ്ട്. പക്ഷേ ഇത് നബി തങ്ങളുടെ ശേഷിപ്പാകുന്നുവെന്ന് കൃത്യമായ തെളിവ് സഹിതം രേഖസഹിതം അങ്ങനെ സ്ഥാപിക്കാൻ പറ്റാവുന്ന ഒന്നും തന്നെ ഇല്ല. പലതും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായി വന്നതാണ്. ചിലരൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്, തുർക്കിയുള്ള മുടികളൊക്കെ അതൊക്കെ എവിടുന്ന് കിട്ടി, ആര് കൊടുത്തു എന്നൊക്കെ ആ ചരിത്രം പറയുന്നിടത്തൊക്കെ അങ്ങോട്ടെത്തുന്നില്ല. ഒക്കെ ഒരു 100, 200, 300, 400 കൊല്ലം അപ്പുറത്തൊക്കെ ഉണ്ടായി വന്ന ചില സംവിധാനങ്ങളായി മാത്രമാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൊരാൾ വന്നുകൊണ്ട് ഇത് നബിയുടെ ശേഷിപ്പാണെന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കേണ്ട ബാധ്യത ഇല്ല. ലോകത്ത് നബി തങ്ങളുടെ ശേഷിപ്പാണെന്ന് സ്ഥിരപ്പെട്ട ഒന്നും ഇന്ന് അവശേഷിക്കുന്നില്ല. നബി തങ്ങൾ ഉപയോഗിച്ച വാള് ഖലീഫമാർ ഉപയോഗിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. നബി തങ്ങളുടെ മോതിരം ഖലീഫമാർ ഉപയോഗിച്ച് പോന്നിരുന്നു. നബി തങ്ങളുടെ പുതപ്പ് ഖലീഫമാർ, സ്വഹാബിമാർ, താബിഈകൾ, തബഉ താബിഈകൾ ഉപയോഗിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പിന്നീട് ഇടക്കാലത്ത് വെച്ച് ഓരോന്നും നശിപ്പിക്കപ്പെട്ടു പോയതൊക്കെ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി തങ്ങളുടെ മോതിരം നബി തങ്ങളുടെ ശേഷം സിദ്ദീഖ് ഉപയോഗിച്ചിരുന്നു. 1-ാം ഖലീഫ, 2-ാം ഖലീഫ പിന്നീട് ഉപയോഗിച്ചു, 3-ാം ഖലീഫ ഉപയോഗിച്ചു. ഉസ്മാൻ അഫ്ഫാന്റെ കയ്യിൽ നിന്ന് മദീനയിലെ ഒരു കിണറ്റിലേക്ക് ആ മോതിരം വീണുപോയി. പിന്നെ അത് കിട്ടിയിട്ടില്ല. അതോടെ അത് കഴിഞ്ഞു.
നബിതങ്ങളുടെ വടി ഉപയോഗിച്ചു പോന്നിരുന്നു ഭരണാധികാരികൾ. അബ്ബാസി ഖലീഫമാര് വരെ അധികാരമേൽക്കുമ്പോൾ ആ അധികാരത്തിന്റെ ഒരു പ്രതീകമായി കൊണ്ട് ആ വടി അവർ ഉപയോഗിച്ചു പോന്നിരുന്നു. പക്ഷേ താർത്താരികളുമായുള്ള ആക്രമണത്തിൽ ആ വടി തകർക്കപ്പെട്ടു പോയി എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ചിലതൊക്കെ 100 കൊല്ലമോ 200 കൊല്ലമോ 300 കൊല്ലമോ ഏറി വന്ന 400 കൊല്ലമോ ഒക്കെ അങ്ങനെ ഉപയോഗിച്ചു പോകുന്നതായി കാണാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നബിതങ്ങളെ ശേഷിപ്പുകളായി നൂറ്റാണ്ടുകളായി ഹദീസുകൾ സംരക്ഷിച്ചതുപോലെ സംരക്ഷിച്ചു പോകുന്ന ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് ഇന്ന് ഒരാൾ മുടി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് എവിടുന്ന് കിട്ടിയാലും ശരി അത് നബിതങ്ങളുടെ മുടിയാണെന്ന് സ്ഥാപിക്കാവുന്ന ഒരു മുടിയും ലോകത്തെവിടെയും ഇല്ലാത്തതാൽ തന്നെ ഇനി മദീനയിൽ നിന്ന് കിട്ടിയാലും മക്കയിൽ നിന്ന് കിട്ടിയാലും നബിതങ്ങളെ ഖബറ് മാന്തി അപ്പന് മുടി കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് ഇന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. രണ്ടാമതായി നമ്മുടെ നാട്ടിൽ ഇവിടെ കൊണ്ടുവന്ന മുടി അതൊരിക്കലും സ്വീകാര്യവുമല്ല. അത് സനത് മാത്രമൊന്നുമല്ല, സനദിന്റെ വിഷയം മാത്രമൊന്നുമല്ല. നബിതങ്ങളുടെ മുടിയാണ് എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരു സാമ്യത അതിന്റെ വിഷയത്തിൽ ഇല്ല എന്നത് തീർച്ചയാണ്. ഈ 2 കാരണങ്ങളാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ മുടിയുമായി വന്നാൽ അത് മുടിയാണെന്ന് സ്വീകരിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല എന്ന് കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു മുടി വന്നത്? അത് മറ്റൊന്നുമല്ല, അതൊരു കച്ചവട വസ്തുവാണ്, അതൊരു ക്യാപിറ്റലാണ്, ചൂഷണോപാധിയാണ്. ദീനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും കച്ചവടമാക്കി മാറ്റിയ കൂട്ടത്തിന് ഇതും കച്ചവടമായി മാറി. നബിതങ്ങളുടെ മുടിയുണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന മനുഷ്യന്മാര് അത് കാണാൻ വരും. അപ്പൊ അത് വെച്ച് അവരെ ചൂഷണം ചെയ്യാൻ പറ്റുമെന്ന തിരിച്ചറിവാണ് ഇത്തരം ആളുകൾക്ക് ഇതിനെല്ലാമുള്ള പ്രചോദനം. അത് മുടി മാത്രമല്ല, ദീനുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കച്ചവട വസ്തുവാണ്. സ്വലാത്ത് കച്ചവടമാണ്, ദിക്ർ കച്ചവടമാണ്, നബിയോട് സ്നേഹം പോലും കച്ചവടമാണ്, ഖബറുകൾ കച്ചവടമാണ്. അതുപോലെ നബിതങ്ങളുമായി ബന്ധപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ട ബഹുമാനിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കച്ചവടമാണ്. ആ രൂപത്തിലേക്ക് ഇന്ന് മാറിക്കഴിഞ്ഞു. റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടം എന്ന് പറയുന്ന സമസ്തയുടെ പ്രഭാഷകൻ അദ്ദേഹം ഒരു പ്രസംഗത്തെ പറയുന്നുണ്ട്, ഇന്നെങ്ങാനും അള്ളാഹുവിന്റെ റസൂല് ഇവിടെ വന്നാലും ആ റസൂലിനെ കാണാൻ അല്ല നമ്മൾ പോവുക, അപ്പോഴും പൈസ ഉണ്ടാക്കാനാണ് നോക്കുക എന്നാണ് ഖാസിമി പറയട്ടെ. കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം ഒന്ന്. തമാശക്കാരെന്നോട് പറഞ്ഞ് റബീഉൽ അവ്വൽ എൻ്റെ നാട്ടിലെങ്ങാനും റബീഉൽ അവ്വൽ എന്നും മൗലൂദാണ് മൗലിയന്മാർക്ക്. എൻ്റെ നാട്ടിലെങ്ങാനും റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ള വന്നാൽ ജനങ്ങളൊക്കെ റസൂലുള്ളാഹിനെ കാണാനും പായും, മൗലിയന്മാരൊക്കെ മൗലൂദിനും പായും. തമാശക്കാരെന്നോട് എന്നാലും ചെല്ലുമ്പോ എൻ്റെ നാട്ടിലെങ്ങാനും റബീഉൽ അവ്വൽ മാസത്തിൽ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള വന്നിറങ്ങിയാൽ നാട്ടുകാര് സാധുക്കൾ മുഴുവനും എന്തിനു പായും? റസൂലുള്ളാഹിനെ കാണാൻ പായും. മൂല്യന്മാരൊക്കെ മൗലൂദിന്. അതെന്താണ് ഒന്നല്ല, ഓൽക്കത് കഴിഞ്ഞ ചോറ് കിട്ടും, പൈസയും കിട്ടും. ഓൽക്കത് കഴിഞ്ഞ ചോറ് കിട്ടും, പൈസയും കിട്ടും. ഇത് തമാശക്കാരെന്നോട് പറഞ്ഞാണ്, പക്ഷെ എന്നോട് പറഞ്ഞതാണ്. ആ തമാശക്കാർ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ആൾ പറഞ്ഞു. കുറ്റപ്പെടുത്തിയല്ല, ഇയാളെ ഒരു നാടന്മാർക്ക് വരെ ഈ ധാരണയിലെത്തിയില്ലേ? എന്തുകൊണ്ട്? നമ്മളെ കൽബിൽ ആരില്ലാതായി ഹബീബ റസൂലുള്ള. അപ്പൊ കണ്ടോ, ഇതാണ് അവസ്ഥ എന്ന് അവർ തന്നെ പറയാണ്. നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടി കൽപ്പിച്ചതല്ല. അവിടെയൊക്കെ എങ്ങനെ പണമുണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇന്ന് അത്തരം ആളുകൾ ചിന്തിക്കുന്നത്. അല്ലാതെ റസൂല് വന്നു കേട്ടെന്ന റസൂലിന് പോയി കാണാം എന്നല്ല വിചാരിക്കുക. റസൂലിനെ പോയി കണ്ടിട്ട് എന്താ പൈസ ഉണ്ടാവില്ലല്ലോ, നാം മൗലിദിന് പോയാലോ വല്ല കിട്ടുമല്ലോ എന്ന അതിൻ്റെ ആളുകൾ തന്നെയാണ് തുറന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ കച്ചവടമായി മാറി. മതവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ സംഗതികളും കച്ചവടമായി മാറി. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇദ്ദേഹം ഒരു മുടിയുമായി രംഗത്ത് വന്നത്. 2005 ഇദ്ദേഹം ആദ്യം ഒരു മുടിയുമായി വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു റസൂലിന്റെ മുടിയില കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മുടി കൊണ്ടുവരികയും എന്നാൽ വലിയൊരു ആഘോഷമോ വലിയൊരു ആർഭാടമോ അതിനെ പേരിൽ അന്ന് അയാൾക്ക് സംഘടിപ്പിച്ചില്ല. ഒരു ടെസ്റ്റ് ലോസ് ആയിരുന്നു. സ്വാഭാവികമായും പോലെ ചർച്ചകൾ വന്നു. മുജാഹിദ് അന്ന് ഒന്നടങ്കം പറഞ്ഞു, ഇത് വ്യാജമാണ്, നമുക്ക് ആലോചിക്കാനില്ല. അയാൾ കൊണ്ടെന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഉള്ള ഒരു മുടിയിലേ കൊണ്ടുവരുള്ളൂ.
ലോകത്ത് ഉള്ള മുടികൾ ഒരു മുടി പോലും സ്ഥിരപ്പെട്ടതല്ല, സ്ഥാപിക്കപ്പെട്ടതല്ല എങ്കിൽ പിന്നെ അതിൽ നിന്ന് കൊണ്ടുവന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ലോകത്ത് എവിടെയും ആർക്കും കിട്ടാത്തൊരു മുടി പുതിയതായി കിട്ടണം, അതിനേതായാലും വകുപ്പില്ലതാണ്. ആരുടെ കൈവശവും ഇല്ലാത്തൊരു മുടി സ്പെഷ്യലായി ഇപ്പൊ പുതിയതായി കിട്ടി എന്ന് പറയാൻ കഴിയില്ലല്ലോ. എവിടെയെങ്കിലും സൂക്ഷിക്കപ്പെട്ട ഒന്നിന്നല്ലേ കൊണ്ടുവരാൻ കഴിയുക. എങ്കിൽ അങ്ങനെ സൂക്ഷിക്കപ്പെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാൽ പോലും ആ സൂക്ഷിക്കപ്പെട്ടതും അത് തെളിയിക്കപ്പെട്ടതല്ലാത്തത് കൊണ്ട് തന്നെ ആരേതുമായി വന്നാലും അത് സനതുണ്ടോ എന്ന ചോദ്യത്തിന് പോലും മുജാഹിദിനെ സംബന്ധിച്ച് ആവശ്യമില്ല. അത് വ്യാജമാണ്, തട്ടിപ്പാണ് എന്ന് തുറന്നു പറയാൻ പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. മുജാഹിദ് പ്രസ്ഥാനം അന്ന് തുറന്ന് പ്രഖ്യാപിച്ചു, ഇത് വ്യാജമാണ്, ഇത് ചൂഷണമാണ് എന്ന് പ്രഖ്യാപിച്ചു. സമസ്തക്കാരടക്കം വന്നിറങ്ങി. സമസ്തക്കാർ ആദ്യം പറഞ്ഞു ഇത് പിന്നെ ഉറപ്പിക്കാമായിട്ടില്ല, സംശയമുണ്ട്, വിവാദകേശമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവർ പറഞ്ഞു അത് വ്യാജൻ തന്നെയാണ്. ആദ്യം അവരൊക്കെ പറഞ്ഞത് വിവാദകേശം എന്നാണ്. അതിൻ്റെ പേര് വാദപ്രതിവാദങ്ങൾ, മുഖാമുഖങ്ങൾ വരെ ഉണ്ടായി. പിന്നീട് പറഞ്ഞു ഇത് വ്യാജം തന്നെയാകുന്നു. വ്യാജമുടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന പേരിൽ പുസ്തകം പോലും സമസ്ത ആളുകൾ പിന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അന്ന് ഈ നിങ്ങളുടെ നാട്ടുകാരനായ കാന്തപുരം മുസ്ലിയാർ അടക്കമെന്ന് പറഞ്ഞു. അത് ബോംബെയിലുള്ളൊരു കാര്യപ്പെട്ട ആളുണ്ട്, ഇഖ്ബാൽ ജാലിയ വാല എന്ന് പറയുന്ന ഒരു വലിയായ മനുഷ്യൻ. അയാളിൽ നിന്നാണ് ബറക്കാത്തി സലാത്തികൾ വഴിയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നു. ആ ഇഖ്ബാൽ ജാലിയ വാലിയെ സ്ക്രീനിൽ കാണാൻ നമുക്ക്. അയാളിൽ നിന്നാണ് മുടി കിട്ടിയത്. ഇഖ്ബാൽ ജാലിയ വാല എന്ന് പറയുന്ന ബോംബെക്കാരനായ ഒരു കച്ചവടക്കാരൻ. അയാളിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇറക്കുമതി ചെയ്തത്. അപ്പൊ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ആർക്കും അറിയില്ലല്ലോ ആരാപ്പ ഈ ജാലിയാവാല അറിയില്ലല്ലോ. ബോംബെയിൽ ആരെല്ലാം ഉണ്ടാവും. അപ്പൊ ഏതൊരു കാര്യപ്പെട്ടൊരു ഒരാളായിരിക്കുമെന്നാണ് ആദ്യഘട്ടത്തിലേക്ക് വിചാരിച്ചത്. പിന്നെ അത് സംശയമുണ്ടായപ്പോൾ കാന്തപുരം മുസ്ലിയാരുടെ അന്നത്തെ വിശ്വസ്തരായ ആളുകൾ തന്നെ പലരും ബോംബെയിലേക്ക് വണ്ടി കയറി ജാലിയാവാലയെ പോയി കണ്ടു, ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടി പോയി. അങ്ങനെ പോയ കൂട്ടത്തിൽ നൗഷാദ് പോയിട്ടുണ്ടെന്ന് പറയുന്നു. അതേപോലെ ജിഷാൻ മാഹി എന്ന് പറയുന്ന കാന്തപുരത്തിൽ അന്നത്തെ വിശ്വസ്തരായ അടിമ ശിഷ്യനാണ് ജിഷാൻ മാഹി. മുജാഹിദുകൾക്കെതിരെ ഒരുപാട് രംഗത്ത് എല്ലാ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ മുമ്പിൽ നിന്ന മനുഷ്യനാണ് ജിഷാൻ മാഹി. ആ ജിഷാന് പോയി. അങ്ങനെ പലരും പോയി, ഈക്കക്കാര് പോയി, പലരും പോയി ബോംബെയിലേക്ക്. ജിഷാനൊക്കെ പറഞ്ഞെന്താ അറിയോ, അത് AP ഉസ്താദിന് ഒരു ബലം കിട്ടാൻ വേണ്ടി പോയതാണെന്നാണ്.
അതുമായി ബന്ധപ്പെട്ട് പ്രചാരമായി ഇറങ്ങി. ഇതാ ഉദാഹരണം കാണാം. പ്രവാചക കേശം ചൂഷണത്തിൽ നിന്ന് പിന്തിരിയണം. SKSSF അന്ന് നടത്തിയ ഒരു വലിയ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ചൂഷണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ. മറ്റൊന്ന്, തിരുനബി കേശം ആത്മീയ തട്ടിപ്പിൽ വഞ്ചിതരാവരുത്. ഡോക്ടർ ബഹാവുദ്ദീൻ ആത്മീയ തട്ടിപ്പിൽ വഞ്ചിതരാവരുത്. അദ്ദേഹം പറയാം, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കേശം എന്ന പേരിൽ വിശ്വാസികളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന ആത്മീയ തട്ടിപ്പ് കരുതലോടെ കാണണമെന്നും അതിൽ വിശ്വാസികൾ വഞ്ചിതരാകരുത് എന്നും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി കോഴിക്കോട് നടന്ന നബിദിനാഘോഷം ലോകരാഷ്ട്രങ്ങളിൽ എന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാചകന്റെ തിരുകേശം ലോകത്തെ അത്യപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് സൂക്ഷിപ്പുള്ളത്. എന്നാൽ പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത്രയേറെ കേശങ്ങളുമായി ആരെങ്കിലും വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. മാത്രവുമല്ല, ലോകത്തുള്ള 80% മുസ്ലിമീങ്ങളും തിരുശേഷിപ്പിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ വിശ്വാസികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനായി അതിൻ്റെ പേരിൽ കോടികൾ ചെലവഴിച്ച് പള്ളികളും സാംസ്കാരിക കേന്ദ്രങ്ങളും നിർമ്മിക്കുകയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ പറഞ്ഞു. മുജാഹിദീങ്ങൾ മാത്രം പറഞ്ഞതല്ല, അന്ന് ഈ വക ചൂഷണം നടത്താമെന്ന് പറയുന്ന ആളുകൾ തന്നെ ഇങ്ങനെ പ്രസ്താവനവുമായി രംഗത്തിറങ്ങി. അവരും കച്ചവടം ചെയ്തവരാണ്. വേറെ കാര്യം, സമസ്തക്കാരും കച്ചവടം ചെയ്തവർ തന്നെയാണ്. വെല്ലൂരിലെ മുടിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ആ മുടി മുക്കിയ വെള്ളമെന്നും പറഞ്ഞുകൊണ്ട് ആ 2 കുപ്പി വെള്ളം കൊണ്ടുവന്ന് റഹ്മത്തുള്ളാഹി ഖാസിമി വിറ്റത് കോഴിക്കോട്ടങ്ങാടിയിലാണ്. പക്ഷെ അതേ ആളുകൾ പോലും രംഗത്തിറങ്ങി. അവർ പറഞ്ഞു, ഇത് തട്ടിപ്പാണ്, ഇത് ചൂഷണമാണ്, വഞ്ചിതരാകാൻ പാടില്ല, വിട്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങി. പക്ഷേ കാന്തപുരം മുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമല്ലേ, നിങ്ങൾ വിശ്വസിക്കണ്ട, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. മൂപ്പര് പറഞ്ഞു, മുടി മാത്രമല്ല, എൻ്റെ അടുത്ത് മറ്റു പലതുമുണ്ട്, അത് എനിക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ജാള്യത മറക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അന്നത്തെ ആ ഒരു പ്രസ്താവന നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദരിക്കണ്ട, നാളെ ഇൻഷാ അല്ലാഹ് മർകസു തഖാഫത്തി സുന്നിയയിൽ ഷഹർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഹർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഹർ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു. എന്താണത്? ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട്. ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെ ഉണ്ടാകും. അതിൻ്റെ പുറമേ അവിടുത്തെ ആ ഖബർ ഷരീഫിൻ്റെ മുകളിൽ ചന്ദനത്തിൻ്റെ പൊടി ഇടാറുണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗളത്തു ഷരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ്. അതാണ് തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ. അത് വിനീതനായ എനിക്ക് തന്നു. നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ അല്ലാഹു അക്ബർ, കണ്ടോ, അതും പാസാക്കി. അപ്പൊ എന്ത് പറഞ്ഞാലും അല്ലാഹു അക്ബർ, അതാണ് മൂപ്പയുടെ ഏറ്റവും വലിയ മൂലധനം. മുടി മാത്രമല്ല, മദീനത്ത് പോയ മനുഷ്യന്മാരില്ലേ നമ്മളൊക്കെ, ഇനി ഒന്നും വേണ്ട, ഇപ്പോഴത്തെ കാലത്ത് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി നബി ഞങ്ങളെ ഖബർ ആർക്കും ആ എന്താ സിസ്റ്റം, എന്താ രൂപം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ അങ്ങനെ ചന്ദനത്തിൻ്റെ പൊടിയുടെ അവിടെ എന്താ മമ്പുറം ചാടല്ലേ. അതേപോലെ അവിടുത്തെ പൊടി ഇങ്ങനെ വടിച്ചെടുത്തിട്ട് അതിനെ സൂക്ഷിച്ചിട്ട് വിനീതനായി എനിക്ക് തന്നു. മൂപ്പർക്ക് കിട്ടുള്ളൂ, വളരെ കിട്ടൂല.
അത് വേറെ ആർക്കും കിട്ടൂല. അങ്ങനെ വല്ല പൊടിക്കച്ചവടം മതിയത്തുണ്ടെങ്കിൽ സൗദി ഗവൺമെൻറ് പെട്രോളും വേണ്ട, ഒന്നും വേണ്ട, അത് മാത്രം മതി. അവിടെ ഞാൻ തുടക്കാൻ പോയാൽ നേരെ പിടിച്ചുകൊണ്ട് ജയിലിലിടും. അതാ സൗദി ഗവൺമെൻറ്. എന്നിട്ട് അവിടുന്ന് കൊടുക്കാൻ പോയല്ല മൂപ്പർക്ക് പൊടി. അപ്പം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങളെ ബഹുമാനിക്കണ്ടെന്നാ മൂപ്പർ അന്ന് പറഞ്ഞു. അതേ പറയാൻ പറ്റുള്ളൂ. കാരണം 4 ഭാഗത്തു നിന്നും ചോദ്യമാണ്. എവിടുന്ന് കിട്ടി, എന്താ രേഖ, ഏതാ സനത് എന്നൊക്കെ ചോദിച്ചിട്ട് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. അന്ന് EK സമസ്ത നാട് മുഴുവൻ ഇറങ്ങി, മുജാഹിദ് ഏതായിരുന്നാലും നേരത്തെ ഇറങ്ങി, ഒരു കാത്തിക്കാണില്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂലിനെ വെച്ച് കച്ചവടം ചെയ്യുമ്പോൾ പിന്നെ ഇത് ഒറിജിനാണോ അല്ലേ എന്ന് അന്വേഷിക്കേണ്ട കാര്യം പോലുമില്ല. അവിടെ മുജാഹിദുകൾ പ്രമാണവുമായി ഇറങ്ങി. EKക്കാരോ അവരും പിന്നാലുണ്ടായി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഖണ്ഡന മണ്ഡനങ്ങൾ, വാദപ്രതിവാദങ്ങൾ, സംവാദങ്ങൾ വരെ അതിൻ്റെ ഭാഗമായി നടന്നു. അന്ന് കാന്തപുരം വിഭാഗത്തിന് വേണ്ടി ഏറ്റവും അധികം സംസാരിച്ചൊരു മനുഷ്യരാണ് നൗഷാദ് ഹസൻ എന്ന് പറയുന്ന ആൾ. EK സമസ്തയുമായി സംവാദത്തിന് അവര് വ്യവസ്ഥയിലായിരുന്നു. മുടി വിഷയത്തിന് എന്താ വാദം? ഇത് നബിതങ്ങളുടെ മുടിയാണ്, സനത് ഉണ്ട് എന്ന് ഇവര് ഇല്ല, അത് വ്യാജമാണെന്ന് മറ്റോര്. അതിനു വേണ്ടി വാദപ്രതിവാദത്തിന് വ്യവസ്ഥയിലാൻ വരെയിരുന്നു. നാട് നീളെ മുഖാമുഖങ്ങൾ പോലും നടന്നു ആ വിഷയത്തിന്. എത്ര ഊക്കോടെയാണ് നൗഷാദ് മുസ്ലിയാരൊക്കെ അന്ന് പ്രഖ്യാപിച്ചത്. സനതുണ്ട്, സംശയിക്കാനില്ല എന്ന് പറഞ്ഞ് അന്ന് പ്രഖ്യാപിച്ച ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്. കണ്ടോ, ഇതാ ഞങ്ങൾ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ വരെ കാന്തവനം ഞങ്ങളുടെ ഷഹർ മുബാറക്കിന്റെ സനത് ഇവിടെയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇല്ല, ഞങ്ങൾ ഇതുപോലെ നിങ്ങളൊന്ന് കാണിക്ക്. കൃത്യമായി ഞങ്ങൾ പറഞ്ഞല്ലോ, വായിക്കണമെങ്കിൽ വായിക്കാം, ഞങ്ങളുടെ കയ്യിൽ സനതുണ്ട്. സനതില്ല എന്ന് ഇനി പറയണ്ട. പക്ഷേ ഈ സനത് ജനങ്ങളെ മുമ്പിൽ പ്രദർശിപ്പിച്ചാലേ അവർക്കത് വെള്ളം കുടിക്കാവൂ എന്ന ഒരു ഉസൂല് അതാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ഈ പൊതുജനങ്ങളോട് മുഴുവനും സനത് ചോദിപ്പിച്ച് എന്നിട്ട് മൂപ്പര് പറയാ ഇതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞങ്ങൾ പറയാം, എല്ലാവരും കേട്ടോളൂ. ഞങ്ങൾ ഈ മർക്കസിന്റെ ഈ വിവാദം വന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു അസുലുണ്ടാക്കിയില്ല എന്ന് വെക്കുക, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കൂല. അതുപോലെ വെല്ലൂരിലെ മുടിയിട്ട വെള്ളം 50,000 നിങ്ങൾ അപ്പൊ എന്താ പറയുക, സനത് ഉണ്ട്. ഞങ്ങളെ കയ്യിൽ ഇവിടെ ഉണ്ട്, ഞങ്ങളെ കയ്യിൽ ഇവിടെ ഉണ്ട്, സനത് കൊണ്ടുവന്നിട്ടുണ്ട്, ധൈര്യമായി ഞങ്ങൾ വായിക്കാം എന്ന് EK സമസ്തയിലെ മുസ്ലിയാക്കന്മാരെ മുമ്പിൽ നിർത്തിയിട്ടാണ് നൗഷാദ് മുസ്ലിയാർ അന്ന് പ്രസംഗിച്ചത്. ഇന്ന് അതേ നൗഷാദ് മുസ്ലിയാർ പറഞ്ഞത് അതിന് സനദില്ല, തട്ടിപ്പാണ്. ഇദ്ദേഹം വന്ന് പറയാ ഞങ്ങളെ കയ്യിലുണ്ട്. അപ്പൊ ആ കയ്യിൽ എവിടേക്കേ പോയി? അന്ന് അയാൾ പറഞ്ഞില്ലേ കയ്യിൽ സനതുണ്ട്. ഇന്ന് അയാൾ നാട് നീളെ പ്രസംഗിക്കുന്നു. ഇവിടെ പൂഞ്ഞൂരും പ്രസംഗിച്ചല്ലോ, പല സ്ഥലത്തും അയാൾ പ്രസംഗിക്കുന്നു ഈ മുടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്. ഇപ്പോഴും അദ്ദേഹം ചോദിക്കുന്നു ഇത് സനദില്ല, തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്ന് ഇപ്പൊ പറയുന്നു. അന്ന് സനതുണ്ട് പ്രസംഗിച്ചാരാ? ഇദ്ദേഹം തന്നെയാണ്. അതാ പറയും, ഇതൊക്കെ യഥാർത്ഥത്തിൽ ചൂഷണത്തിന്റെ വ്യത്യസ്ത വഴികൾ മാത്രമാണ്. 4 ഭാഗത്തുനിന്നും അന്ന് സനത് ചോദിച്ചു. അങ്ങനെ സനത് ചോദിച്ചപ്പോൾ അവസാനം സനത് വായിച്ചു. കോട്ടക്കൽ വെച്ച് ഉലമാ സമ്മേളനം എന്ന് പറഞ്ഞ സമ്മേളനം വിളിച്ച് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെ നേരിട്ട് ആ സനത് വായിച്ചുകൊണ്ട് പറഞ്ഞ സനതുണ്ട്, ഇനി ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ സനത് വായിച്ചു. ആ ഭാഗം കൂടി കേൾക്കാം നമുക്ക്. മൗലാന ഇഖ്ബാൽ വലി ജാലിയവാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, السيد عبد الله القادري، السيد نظام الدين القادري، السيد إمام الدين القادري، السيد سيف الدين القادري، السيد إمام الدين القادري، السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد إمام الدين القادري، السيد مرتضى سيف الله القادري، السيد عيدروس عطاء الله القادري، السيد محمود القادري، السيد عبد الرزاق القادري، السيد علي കണ്ടോ, ഇങ്ങനെ വായിക്കാതെ മുപ്പത് സനതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി കോട്ടക്കൽ വെച്ച് സംഘടിപ്പിച്ച ഉലമാ സമ്മേളനം എന്ന് പേരിട്ട ആ സമ്മേളനത്തിന് ഇതാ ഇനി സനത് വായിച്ചില്ല എന്ന് പറയണ്ട എന്ന് പറഞ്ഞ് മുപ്പത് സനത് അങ്ങ് വായിച്ചു. ആരാ സ്റ്റാർട്ടിങ്? ഇഖ്ബാൽ വലി ജാലിയവാല. ഇഖ്ബാൽ വലി ജാലിയവാല അതാരാ? നമ്മൾ നേരത്തെ കണ്ട ബോംബെയിൽ ആക്രിക്കാരന്. അയാൾ സനദിന്റെ ഇങ്ങേ തലക്കല്. പിന്നെ അവിടെ നിന്നുകൊണ്ട് ബറക്കാത്തി സദാത്ത്, ഗുലാം അബ്ദുൽ ഖാദിർ, പിന്നെ അങ്ങനെ പോവുക. കുറേ ഖാദിരി 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 എന്നിട്ട് പിന്നെ അങ്ങനെ വായിച്ചിട്ട് മുഹിദ്ദീൻ ഷെയ്ഖിന് വഴി അങ്ങനെ അങ്ങ് പോയി ഹസൻ ഹുസൈന് വഴി അലി അബി ത്വാലിബിലേക്ക് എത്തുന്നു. അതാ മൂപ്പര് വായിച്ച സനദന്ന്.
എല്ലാവരും കൂടെ തക്ബീറും ചൊല്ലി പാസാക്കി. അന്ന് ആ സമ്മേളനത്തിൽ ഇരുന്ന് തക്ബീർ ചൊല്ലിയ ആൾ കൂടിയാണ് നൗഷാദ് ഹസനി. ആവേശപൂർവ്വം കണ്ടോ ഉസ്താദിനോടാ കളി എന്ന മട്ടിലാണ് ഇവരൊക്കെ അന്ന് ഒപ്പമുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ നൗഷാദ് മുസ്ലിയാർ കളം മാറി, അവിടുന്ന് വിട്ടു എന്ന് മാത്രമല്ല മൂപ്പർക്കെതിരായിട്ട് രംഗത്തിറങ്ങി. അങ്ങനെ പഴയതൊക്കെ ഓരോന്നും മാന്തി പുറത്തേക്കെടുത്തപ്പോ ഇപ്പൊ മൂപ്പര് കാര്യമായി പിടിച്ചത് ഈ മുടിമ തന്നെയാണ്. ഈ മുടി ശരിയല്ല എന്ന്, ഇത് വ്യാജമാണ് എന്ന് ഇപ്പൊ സ്ഥാപിക്കാണ്. ആ സനദല്ല എന്നും അതിന് പല ബറക്കാത്തി അതൊക്കെ വമ്പൻ തട്ടിപ്പാണ് എന്നും ആ സനദ് വ്യാജമാണ് എന്നും അത് ഖാദിരിയ്യ ത്വരീഖത്തിന്റെ സനദ് കൂട്ടിവെച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ ഇതേ നൗഷാദ് മുസ്ലിയാർ അന്ന് കൈവശത എൻ്റെ കയ്യിൽ സനദുണ്ട് എന്ന് പറഞ്ഞ് ഇതാ ഇവിടെ വായിക്കാമെന്ന് പറഞ്ഞ് സമസ്തയുടെ ഉസ്താദുമാരുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിച്ച അതേ മുസ്ലിയാർ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിയ പ്രസംഗമടക്കം കേൾക്കാം. ഒരു ഭാഗം ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാൻ എങ്ങനെ വായിക്കുമ്പോൾ എന്താ നോക്കിയത് എന്നറിയോ? ഖാദിരിയ്യ ത്വരീഖത്തിന്റെ സിൽസിലയാണത്. അതിങ്ങനെ കറക്റ്റ് വായിച്ചു പോവാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖുൽ ഖാദിരി ആ ത്വരീഖത്തിന്റെ ആ സിൽസിലയാണ്. അതിലേതായാലും ആരുണ്ടാവും? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉണ്ടാവും. നോക്ക് നിങ്ങൾ, ഒരൊറ്റ പേര് പോലും വ്യത്യാസപ്പെടുത്താതെ അതേ സാധനം അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് അതിൻ്റെ തലയിൽ ഇഖ്ബാൽ ജാലിയവാലാന്നും അതിൻ്റെ അപ്പുറത്ത് ഗുലാം അബ്ദുൽ ഖാദിർ എന്നും ചേർത്ത് കൊടുത്തു. അപ്പൊ കണ്ടോ, അതാ തട്ടിപ്പ്. എന്താണ് ഖാദിരിയ്യ ത്വരീഖത്തിന്റെ സിൽസില? അത് മൊയ്തീൻ ശൈഖ് തങ്ങൾ മുതൽ അലി ബിൻ അബി ത്വാലിബ് വരെ എത്തുന്ന പരമ്പര ഉണ്ട്. അവരെ സിൽസില എന്ന് പറയാം ഖാദിരിയ്യ ത്വരീഖത്തിന്. പിന്നെ മൊഹീദ്ദീൻ ശൈഖിന് ഇങ്ങോട്ട് അത് കൈമാറി പോരുന്ന ഒരു പരമ്പര ഉണ്ടാകും. ഇന്ന് ആരാണോ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ ശൈഖായ അവർ കാണുന്നത്, അയാൾ വരെ എത്തുന്ന ആ ഒരു ചങ്ങല, ഒരു സനദ്, ഒരു പരമ്പര, അത് ത്വരീഖത്തിന്റെ സനദാണ്. അത് നേരെ എടുത്തിട്ട് അതിൽ ഇങ്ങേ തലക്കൽ ഇഖ്ബാൽ ജാലിയവാല എന്ന പേരാണ് ഫിറ്റ് ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ സെയിമാണല്ലോ. എന്നിട്ട് മുടിയുടെ സനദ് എന്ന് പറഞ്ഞു വായിച്ചു. അപ്പൊ എന്തായി? ഇഖ്ബാൽ ജാലിയവാല മുതൽ നബിതങ്ങൾ വരെ എത്തുന്ന പരമ്പര പരസ്യമായി മൂപ്പര് വായിച്ചു കേൾപ്പിച്ചു എന്നായി. അപ്പൊ അതിൽ ഇങ്ങേ തലക്കുള്ള ഇഖ്ബാൽ ജാലിയവാല നമ്മൾ കണ്ടു. പിന്നെ ബറക്കാത്തി ഉണ്ട്, ഗുലാം മഹമൂദ് ഉണ്ട്. ആരാ ബറക്കാത്തി? അത് നൗഷാദ് മുസ്ലിയാർ തന്നെ പറഞ്ഞുതരും. അപ്പൊ എന്താ സംഗതി എന്നറിയങ്ങള്? മർക്കസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിം ഉണ്ടായിരുന്നു. ഒരു മുത്തഅല്ലിം ഞങ്ങൾ അവരോട് സംസാരിച്ചതാ. അയാള് യുപിക്കാരനാണ്. അപ്പോ അവിടേക്ക് ഒരു പതിവുണ്ടെന്ന് അറിയോ? ബർക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാദാത്യങ്ങളെ പേരിടും. ബറക്കാത്തിന്നോ ബുഖാരിന്നൊക്കെ പേരിടും. ഇത് പരമ്പരയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മുത്തഅല്ലിം അയാളെ പേരിൻ്റെ കൂടെ ബറക്കാത്തി എന്ന് ചേർത്ത് കൊടുത്തതാണ്. അതാണ് ആരിഫ് ബറക്കാത്തി. ബറക്കാത്തി സാദാത്യങ്ങളായിട്ടൊക്കെ യാതൊരു ബന്ധമില്ല. ഒരു ബറക്കത്തിന് കൊടുത്തതാവും. അപ്പൊ ഈ ബറക്കാത്തി സാദാത്യങ്ങളുടെ കിട്ടിയെന്ന് വിടുന്ന എന്തുകൊണ്ട് അറിയോ? ഇത് കൊണ്ടുകൊടുത്ത ആളാരാ? ഈ ആരിഫ് ബറക്കാത്തിയാണ്. ആരിഫ് ബറക്കാത്തി ഈ സാധനം എവിടെന്ന് കൊണ്ടുവന്നു? അതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. ജാലിയവാലയോട് ഞങ്ങൾ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ ചോദിച്ചത് ഷെയ്ഖ് അബൂബക്കറിന് കൊടുത്തിട്ടുണ്ടോന്നാണ്. ഞാൻ അയാൾ അറിയുന്നില്ല, മൂപ്പർക്ക് എന്ത് ഷെയ്ഖ് അബൂബക്കർ വന്നു? ജാലിയവാലയിൽ നിന്ന് നേരിട്ട് ഷെയ്ഖ് അബൂബക്കർ വാങ്ങിയിട്ടുണ്ടോ? ഒരിക്കലും വാങ്ങിയിട്ടില്ല. അതിന് മർക്കസിലേക്ക് പോവുകയോ ഷെയ്ഖ് അബൂബക്കർ എന്ന അബൂബക്കർ മുസ്ലിയാർ ബോംബെയിലേക്ക് ഇതിനു വേണ്ടി പോവുകയോ ചെയ്തിട്ടില്ല. ഈ നമ്മളെ ജാവിയയിൽ കൊണ്ടുവന്നിരുന്നല്ലോ, തൊട്ടടുത്ത് തന്നെയാണല്ലോ മർക്കസ്. അപ്പൊ എന്താ പറയുന്നത്? മർക്കസിൽ പഠിക്കുന്ന യുപിക്കാരന് അതാ ബറക്കത്തി സാദാത്തി, ഓനെ പറയിച്ച് ബോംബെക്ക്. എന്നിട്ട് ഇഖ്ബാൽ ജാലിയവാല ഓനാണ് കൊണ്ടുവന്നത്. അപ്പൊ എന്തായി? ബറക്കാത്തി സാദാത്തികൾ വഴി കിട്ടി. ഇതാണ് മൂപ്പര സനദ്. യുപിയിൽ വന്ന് പഠിക്കുന്ന ഒരു ചെക്കന് ബറക്കാത്തിന് പേരുള്ള ഒരുത്തനെ പറഞ്ഞയച്ചിട്ട് ബോംബെയിൽ വാങ്ങിക്കൊണ്ടെന്നിട്ട് പറയാ ബറക്കാത്തി സാദാത്തികൾ വഴി ജാലിയവാലയിൽ നിന്ന് കിട്ടിയതാണ് ഈ മുടി. പേരോട് മുസ്ലിംക്ക് എത്ര ആവേശം പ്രസംഗിച്ചറിയോ? പേരോട് മുസ്ലിംക്ക് ആവേശപൂർവ്വം പ്രസംഗിച്ച ഒരുപാട് പ്രസംഗം നമുക്ക് ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ബറക്കാത്തി സയ്യിദന്മാർ വഴി കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായ ബറക്കാത്തി? ഈ യുപിക്കാരൻ ചെക്കനാണ്. ഈ വക തട്ടിപ്പുമായിട്ടാണ്
ഇയാൾ ആദ്യം ഇറങ്ങിയത്. അതേതായാലും വിജയിച്ചില്ല, പിടിക്കപ്പെട്ടു. മുജാഹിദുകളും സമസ്തക്കാരുമടക്കം അതിന് ഇറങ്ങുകയും അവസാനം കള്ളി പൊടുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവസാനം പിന്നെ ഒരു കളം മാറിപ്പോയ സഖാഫി പറഞ്ഞു, ആ സനത് ഉണ്ടാക്കാൻ ഉസ്താദ് എന്നോട് ആവശ്യപ്പെട്ടത്, ഞാൻ ആ സനത് ഉണ്ടാക്കി കൊടുത്തത്. അതുകൂടി പൂർത്തിയായി നാടകം പൂർത്തിയായി. ആ സനത് നിർമ്മിച്ച ആൾ തന്നെ രംഗത്ത് വന്നുകൊണ്ട് കുറ്റബോധം കൊണ്ട് അയാൾ തന്നെ പറഞ്ഞു, ഞാൻ ആ സനത് ഉണ്ടാക്കിയ ആള് എന്നുവരെ പ്രഖ്യാപിക്കുന്നിടത്തേക്ക് പിന്നീട് കാര്യങ്ങളെത്തി. അത് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഏതായിരുന്നാലും അതോടെ ഒന്നാമത്തെ മുടി മെല്ലങ്ങനാണ്ട് അസ്തമിച്ചു എന്ന് പറയാം. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഈ കച്ചവടം ഇതുകൊണ്ട് മാത്രം ഇവിടെ വിജയിപ്പിക്കാൻ പറ്റൂല. അപ്പൊ മൂപ്പര് പുതിയ തന്ത്രം മെനഞ്ഞു. അങ്ങനെയാണ് രണ്ടാമത്തെ മുടിക്കുള്ള പണി 2007 ആരംഭിച്ചത്. 2005 ഈ മുടി കൊണ്ടുവന്ന ഒന്നാമത്തെ മുടി. 2007 അദ്ദേഹം പുതിയ തന്ത്രം തുടങ്ങി. അബൂദാബിയിലുള്ള അഹമ്മദ് ഖസ്റജി എന്ന് പറയുന്ന ഒരു UAE-കാരനായ ഒരു അറബി, അദ്ദേഹവുമായി ചില തയ്യപ്പളൊക്കെ നടത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നബിതങ്ങളുടെ ശേഷിപ്പുകളുടെ മുടിയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തരാം, പക്ഷെ അപേക്ഷ കൊടുക്കണം. അങ്ങനെ ഈ അഹമ്മദ് ഖസ്റജി 2007 ബോംബെയിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തു ഒരു മുടിക്ക് വേണ്ടി. അവിടുന്ന് ഒരു മുടി മൂപ്പർക്ക് കിട്ടി അബുദാബിക്ക്. എന്നിട്ട് അബുദാബിയിൽ ആ മുടി ഇങ്ങോട്ട് മർക്കസിക്ക് ഇറക്കി. അപ്പൊ എന്തായി? രണ്ടാമത്തെ മുടി UAE അബുദാബിയിലെ അഹമ്മദ് ഖസ്റജിന് ലഭിച്ചാണ്. ഖസ്റജി ആരാ? പഴയ കാലത്ത് സുഹൈബികളെ കൊടുത്ത വലിയ കബീലയാണ് ഔസും ഖസ്റജൊക്കെ. അപ്പൊ അയിമക്കാണ്ട് മാച്ചാക്കാലോ. നേരത്തെ ബറക്കാത്തി ഒപ്പിച്ച പോലെ ഇതും ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ അഹമ്മദുൽ ഖസ്റജി എന്ന് പറയുന്ന ഒരാൾ വഴി ബോംബെയിൽ ആദ്യം അങ്ങോട്ട് കയറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറക്കിയിട്ടാണ് രണ്ടാമത്തെ മുടി അദ്ദേഹം കൊണ്ടുവന്നത്. അത് 2011 പക്ഷെ 11 2007 ഈ ഖസ്റജി കൊടുത്ത കത്ത് പുറത്തായി. ഖസ്റജി ജാലിയൻവാലയ്ക്ക് 2007 കൊടുത്ത അപേക്ഷ, ഒരു മുടി ആവശ്യപ്പെട്ടുള്ള കത്ത്, ആ കത്ത് ഔട്ടായി. അങ്ങനെ മൂപ്പര് ഇവിടുന്ന് കൊണ്ടുപോയ മുടിയാണ് അതിൽ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്. അത് ഖസ്റജിയെ തന്നെ കൊണ്ടുവന്ന് മർക്കസിൽ കൊണ്ടുവന്ന് ഖസ്റജി കൊണ്ട് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിപ്പിച്ചു. ഖസ്റജി അവിടെ ഔദ്യോഗികമായി അതിൻ്റെ എല്ലാ പരമ്പരയും വായിക്കുന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് ഖസ്റജി പ്രഖ്യാപിക്കുകയും പേരോട് മുസ്ലിയാരെ കൊണ്ട് പരിഭാഷപ്പെടുത്തുകയും 1000കണക്കോ 10000കണക്കോ ആയ മുസ്ലിയാക്കന്മാർ തക്ബീർ ചൊല്ലി പാസാക്കുകയും ചെയ്തു. ആ രംഗം കാണാൻ നമുക്കൊന്ന്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ. അത് മറ്റൊരു നാടകമായിരുന്നു. പേരോട് മുസ്ലിം അടക്കം അതിൽ പെട്ടുപോയി. ആ സാധുവരേത് വിശ്വസിച്ചു ഇത് സത്യാന്നുള്ളത്. അതിനാണ് ഖസ്റജിയെ കൊണ്ടുവന്നു. പിന്നെ സംശയമില്ലല്ലോ, ഒരു വലിയ വട്ടക്കെട്ട അറബി വന്നിട്ട് സനദും വായിച്ചില്ല ഞാൻ ശൈഖ് അബൂബക്കറിന് കൊടുക്കുന്നു പറഞ്ഞാൽ ആരെയും വിശ്വസിക്കോ? ഇത്ര വലിയ തട്ടിപ്പൊക്കെ ഉണ്ടാവുന്നത്. സംഭവം പണ്ട് ബോംബെയിൽ പോയ മുടി തന്നെയാണ് ഇത്. ഒന്നാമത്തേത് ഡയറക്റ്റ് ഇറക്കുമതിയായിരുന്നു. ഇതോ ബോംബെന്ന് UAE-ക്ക് കയറ്റിയിട്ട് അവിടെ ഇങ്ങോട്ട് വന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഖസ്റജിയെ കൊണ്ട് പരസ്യമായി പ്രഖ്യാപിപ്പിച്ചിട്ട് പേരോടക്കമുള്ള സഖാഫിമാരെ പോലും പറ്റിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ മുടിയുമായി വന്നത്. എന്നിട്ട് പ്രഖ്യാപിച്ചു ഈ മുടി വെക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ മുടിക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് തിരുകേശത്തിന് ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദുൽ ആസാർ എന്ന് പേരിട്ട് വലിയൊരു പള്ളിയുടെ ഫോട്ടോ നാട് നീളെ അന്ന് ഫ്ലക്സാക്കി സ്ഥാപിച്ച് 1000 രൂപ മുതൽ മേൽപോട്ട് വ്യത്യസ്തമായ രൂപത്തിൽ അവിടെ അതിന് ഷെയറും വാങ്ങി. ഇതാണ് അന്നത്തെ പരസ്യം. കണ്ടോ? തിരുകേശത്തിന് ഉത്തമ കേന്ദ്രം എന്നാണ് തലവാചകം. എന്നിട്ട് ആ ഷെയർ മുബാറക് മസ്ജിദ് ശിലാസ്ഥാപനം അടക്കം പ്രഖ്യാപിച്ചു. എവിടെ ശിലാസ്ഥാപനം? കോഴിക്കോട് സ്വപ്നനഗരിയിൽ. എവിടെയാ സ്റ്റേജും വലി?
സ്റ്റേജ് തറക്കല്ലിട്ടത്. സമസ്തയുടെ മുഷാവറയായ 40 ആളുകളെ കൂടി 40 കല്ല് കൊണ്ടുവന്ന് പ്രതീകാത്മകമായി അവർ തറക്കല്ലിട്ടു. 40 കോടിയാണോ പള്ളിക്ക് ചെലവ്. പണ്ട് ഈ സമസ്തക്കാർ പറഞ്ഞിരുന്നു 40 ആളും ഇയാളും, അപ്പൊ 41 ആയല്ലോ. അങ്ങനെ 41 ചരിത്രത്തിൽ വേറുണ്ട്. അലിബാബയും 40 കള്ളന്മാരും എന്ന് സമസ്തക്കാരെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞാലും കേട്ടോ, ആ രൂപത്തിലേക്ക് 40 കല്ലുമായി കൊണ്ടുവന്ന് സ്റ്റേജിൽ വെച്ചിട്ട് ശിലാസ്ഥാപനം നടത്തി. 2013 ജനുവരി 30 2013 ജനുവരി 30 ശിലാസ്ഥാപനം നടത്തി. 12 കൊല്ലം കഴിഞ്ഞു. 13ാമത്തെ കൊല്ലം ഇതാ പൂർത്തിയാകാൻ പോവുകയാണ്. അന്ന് നാട് മുഴുവൻ ഫ്ലക്സ് വെച്ചു. തിരുകേശത്ത് ഉത്തമ കേന്ദ്രം, ഷൈറെ മുബാറക്ക് മസ്ജിദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട് മൊത്തം ഫ്ലക്സ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും പണം പിരിച്ചു. അവസാനം അന്ന് പിരിച്ച മനുഷ്യന്മാരടക്കം പിന്നെ പിരിഞ്ഞു പോയിട്ട് ഇപ്പൊ അവർ ചോദിക്കുക എവിടെ പള്ളി, ആ പള്ളി എവിടെ, ഇല്ലെങ്കിൽ ആ പിരിച്ച കോടികൾ എവിടെ എന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും ചോദിക്കാൻ തുടങ്ങി. അന്ന് ഏറ്റവും ശക്തമായി നാട് മുഴുവൻ നടന്ന് സ്റ്റേജുകളിൽ ഈ മുടിയുടെ മഹത്വവും ശൈഖുനാന്റെ മഹത്വവും ഈ പള്ളിയുടെ മേന്മയും നബിതങ്ങളുടെ ശേഷിപ്പുകളെ ബറക്കത്തും പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിട്ട് അന്ന് പിരിച്ച ഒരു സഖാഫി, ആ സഖാഫി പല കഴിഞ്ഞ ആഴ്ച പോലും നടത്തിയ പ്രസംഗത്തിൽ ചോദിച്ചു, ഞാനൊക്കെ എത്ര തൊണ്ട പൊട്ടി പ്രസംഗിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കി കൊടുത്തത്. ഒന്നുകിൽ ആ പൈസ കാണണം, അല്ലെങ്കിൽ പള്ളി കാണണം, രണ്ടാമതൊന്ന് കാണിച്ചതെന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക്. അതാ പറഞ്ഞ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് പിരിച്ച പൈസ ഉണ്ട്, ഞങ്ങളെ സ്വന്തത്തിൽ നിന്ന് കാശുകളുണ്ട്. ഞങ്ങളെ വയലിന്റെ മജ്‌ലിസിൽ ഞങ്ങളെ അണ്ണാക്ക് പൊട്ടിച്ചിട്ടേ തൊണ്ടയിടറിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിപ്പിച്ചെടുത്ത കേസ്. കേച്ചേരി മമ്പയിന്റെ 20ാം വാർഷിക സമ്മേളനത്തിന്റെ സമാപനം 2013 ഫെബ്രുവരി മാസം 3-ാം തീയതി സമാപന ചടങ്ങ് നടക്കുമ്പോ സ്റ്റേജിൽ വെച്ചിട്ട് 1 ലക്ഷം ഉറുപ്പ്യ പാവപ്പെട്ട ഞാൻ കളക്ട് ചെയ്ത് കൊടുത്തത്. അപ്പൊ ചോദിക്കാക്ക് അർഹതല്ലേ നിങ്ങൾ പറയും? അതിനിപ്പോ എന്നോട് ചൂടായിട്ട് കാര്യമുണ്ടോ? ഇവര് ആ പള്ളി എവിടെ, ആ പുരോഗമിച്ചുകൊണ്ടിരിക്കണ പണി എവിടേക്ക് എത്തി? അതിന്റെ ഓരോ പാർട്ടികൾ പലയിടത്തും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? വണ്ടി കയറ്റിക്കണോ, ക്രൈം കൊടുക്കണോ, അവിടെ കൊടുന്ന് ഇറക്കിക്കണോ, എവിടെ പള്ളി? അത് ഞങ്ങളോട് അത് ചോദിക്കുമ്പോ ഞങ്ങളോട് ചൂടായിട്ട് കാര്യമല്ല, ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമല്ല, ഞങ്ങളെ കൊല്ലാൻ കൊട്ടേഷൻ സംഘത്തിൽ ഏൽപ്പിച്ചിട്ട് കാര്യമല്ല. അതുകൊണ്ട് ഇത് നിൽക്കൂല. ഈ ചോദ്യം ഉത്തരമില്ലാത്ത, ഉത്തരം കിട്ടാത്ത നിങ്ങളുടെ ഹൃത്തടങ്ങളെ വല്ലാതെ നിങ്ങളുടെ കൊട്ടക്കൊത്തളങ്ങളെ തകർത്തു തരിപ്പണമാക്കുന്ന ഈ ചോദ്യസരങ്ങൾ അതിവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ കാലം കണ്ട ചൂഷകന്മാരാണ് എന്ന് സമൂഹം നിങ്ങളെ കുറിച്ച് ഇവിടെ വിധിയെഴുത്ത് നടത്തും. ചരിത്ര വിദ്യാർത്ഥികൾ തുറന്നു പറയും. പള്ളിയുടെ പേരിൽ ഇത്രമാത്രം ചൂഷണം നടത്തിയവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞ്, തിരുകേശത്തിന്റെ പേര് പറഞ്ഞ് ഇത്രയും വലിയ ജനങ്ങളെ വഞ്ചിച്ചൊരു വിഭാഗം കേരളത്തിൽ ഇതിന്റെ മുമ്പ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കണ്ടോ, സഖാഫിയാണ് ഈ പറയുന്നത്, മറ്റൊരുവല്ല. അയാൾ ഇപ്പോഴും സുന്നിയാണ്, മുജാഹിദായിട്ട് പറയുന്നില്ല. അയാൾ ഇപ്പോഴും സുന്നിയാണ്. ഇപ്പൊ കാന്തപുരം പേരൊക്കെ വഹാബിയായി മാറിയതാണ് മൂപ്പര വിശ്വാസം. ഇയാളിപ്പോ എന്നും പ്രസംഗിക്കുന്നതാണ് പേരോട് മുസ്ലിയാര് ന്യൂ വഹാബി, നമ്മളൊക്കെ ഓൾഡ് വഹാബി. അതാ മൂപ്പരപ്പത്തെ പ്രയോഗം. ഈ പ്രസംഗത്തിന് മുമ്പ് എത്ര വർഷം പ്രയോഗം? ഇത് ഇക്കഴിഞ്ഞ 2-ാം തീയതി നടത്തിയ പ്രസംഗമാണ്. ഈ മാസം സെപ്റ്റംബർ മാസം 2-ാം തീയതി നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിന് മൂപ്പര് പ്രയോഗിച്ച പ്രയോഗമാണ് പേരോട് മുസ്ലിം അടക്കമുള്ള ആളുകളൊക്കെ ന്യൂ വഹാബി. ഇവിടെ നമ്മളൊക്കെ അടക്കമുള്ള മുജാഹിദീങ്ങളോ അത് ഓൾഡ് വഹാബി. അത്ര വലിയ കരകളഞ്ഞ സുന്നിയ മൂപ്പർ ഇപ്പോഴും. അയാൾ പറയുന്നത് ഇവരെ പോലെ ചൂഷകന്മാർ മറ്റൊന്നുമില്ല. കാരണം എന്താ? ഇവരൊക്കെ പ്രസംഗിച്ചിട്ട് നാടായ നാടിന് മുഴുവൻ പൈസ പിരിച്ചിട്ടാണ് ഈ പള്ളിക്ക് വേണ്ടി അവർ പണം സ്വരൂപിച്ചത്. അത് എവിടെ പോയി എന്നാ ചോദിക്കുന്നത്. അപ്പൊ ചിലർ പറയും അത് ഇവിടെ ഉണ്ടല്ലോ, നോളജ് സിറ്റി ഉണ്ടാക്കിയത് അവിടെ പള്ളി ഉണ്ടല്ലോ. അതും ഇതും ഒന്നല്ല, അത് വേറെയാണ്, ഇത് വേറെയാണ്. അത് കാണിച്ച് പറ്റിക്കാൻ പോകേണ്ടതാണ്. ഇയാൾ തന്നെയും
ഇതേ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. നമ്മളെ ഷൈർ മുബാറക്ക് മസ്ജിദ് തിരികേശത്തിനൊരു ഉത്തമ കേന്ദ്രം. 1000 രൂപയുടെ കൂപ്പണേ ഓർക്കണില്ലേ? അത് പറയുമ്പോ തന്നെ നിങ്ങളെ മനസ്സിൽ വരുന്ന ആ ഫോട്ടോ അല്ലേ നിങ്ങൾക്ക്? അതിന്റെ ശിലാസ്ഥാപനത്തിന് എന്തേ പറഞ്ഞ് വെച്ചു കൊടുക്കും. എല്ലാവർക്കും തർക്കമില്ല. അതൊരു ചൂഷണമല്ല, തട്ടിപ്പല്ല. വളരെ വ്യക്തമായി ആളുകളോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിരിവെടുക്കുകയാണ്. സാധാരണക്കാർക്ക് പങ്കെടുക്കാൻ 1000 രൂപയുടെ കൂപ്പൺ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മേലെയുള്ളവർക്ക് ഒരു മുസല്ല സ്ഥലത്തിന് 25,000 രൂപ വീതം വാങ്ങുന്നുണ്ട്. അതുപോലെ സ്ഥലത്തിന് 1 സെന്റിന് 1 ലക്ഷം രൂപ വാങ്ങുന്നുണ്ട്. പള്ളിയുടെ പല സാധനങ്ങളും ഇവിടെ ചിലർ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആദ്യമായി പള്ളിയുടെ മനോഹരമായ മിമ്പർ, അതിന് എത്ര തെരവ് വന്നാലും ചെയ്യാമെന്ന് ഏറ്റുകൊണ്ട് അതിൻ്റെ ആദ്യ ഗഡുവായി 10 ലക്ഷം റുപ്യ നമ്മുടെ അബ്ദുൽ നാസർ നാദാപുരം നമുക്ക് തരുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം അതിൻ്റെ നമ്മളൊക്കെ ഒരു 1000 രൂപ കൊടുത്ത കൂപ്പല്ലേ, ആ കൂപ്പൺ അവിടെയൊക്കെ നമ്മളെ ഫോട്ടോ പതിപ്പിച്ച് നമ്മളെ പ്രദർശിപ്പിച്ചിരുന്ന ഫോട്ടോ. എത്ര കഴുങ്ങ് വെട്ടിയിട്ട് നമ്മൾ ഓർമ്മല്ലേ, അടക്കാമരം വെട്ടിയിട്ട് നമ്മൾ പട്ടുകൂറ്റം ഫ്ലക്സ് വെച്ച് ഓർമ്മല്ലേ നിങ്ങൾക്ക്? തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം. ആ സമയത്തൊക്കെ പ്രവർത്തകന്മാരെ കല്യാണം നടക്കുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നത് എന്താ? ഈ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് പെണ്ണിന്റെ പുതിയാപ്പള്ളിയും പുതിയണ്ണിന്റെ ഒക്കെ പേരെഴുതിയിട്ട് അതിന് മംഗളാശംസ നേർന്നിട്ട് അത് ഫ്രെയിം ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കല്ലേ. എത്ര എണ്ണം സാധുക്കളായ നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, ഉള്ളത് പോലെ പറയും പറ്റിച്ചല്ലേ. തിരുകേശം സൂക്ഷിക്കാനൊരു ഉത്തമ കേന്ദ്രല്ലേ. ആ ഫോട്ടോ ഏതാ എന്ന് വെച്ചു കൊടുക്ക. ഉണ്ടോ? ഇതല്ലേ ഈ ഫോട്ടോ അല്ലേ നമ്മള്? ഈ പള്ളിക്കല്ലേ നമ്മൾ 1000 കൊടുത്ത്? ഇപ്പള്ളിക്കല്ലേ മുസല്ലക്ക് പൈസ വിരിച്ചത്? ഇപ്പള്ളിക്കല്ലേ സാധനങ്ങൾക്ക് പൈസ പിടിച്ചത്? ഇപ്പള്ളിക്കല്ലേ 10 ലക്ഷം ഓഫർ ചെയ്യിപ്പിച്ചത്? ഇപ്പള്ളിക്കല്ലേ 5 കോടി ഒരാൾ ഡിക്ലയർ ചെയ്തത്? ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ? മറന്നത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയരാ അല്ലേ? ഈ പള്ളിക്കല്ലേ? ഈ പള്ളി എവിടെ? ഈ പള്ളി എവിടെ? അപ്പൊ നിങ്ങൾ അതിന് പറയണ എന്താ? ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? നോളേജ് സിറ്റിയിൽ. ആ നോളേജ് സിറ്റിയിൽ ഇപ്പങ്ങള് ഉണ്ടാക്കിയ പള്ളി ഉണ്ടല്ലോ, അപ്പള്ളി. അന്നിങ്ങൾ ആ നോളേജ് സിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അതിന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചപ്പോ അന്നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ ഉണ്ടാക്കണ പള്ളി. അത് വെച്ചു കൊടുത്തു. നല്ല വിടാൻ കണ്ടിട്ടില്ല. ഈ പള്ളി ഏതാ? ഈ പള്ളി ഇതാണ് കൈതപ്പൊയിൽ നോളേജ് സിറ്റിയിൽ ഉണ്ടാക്കുന്ന പള്ളി. ഞങ്ങളെ കയ്യിൽ നിന്ന് 1000 രൂപ വെച്ചിട്ട് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകളെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് തിരുകേശത്തിന് ഉത്തമ കേന്ദ്രം. ആ പള്ളി ഏതായിരുന്നു? ആദ്യം കണ്ട പള്ളിയാ. ഈ പള്ളി ഏതാ? ഇതിങ്ങക്ക് അവിടെ കിടന്നിട്ട് എങ്ങനെ ശൃംഗരിക്കാനും അവിടത്തെ മർദ്ദനഗ്നകളായ പെണ്ണുങ്ങൾക്ക് കൂത്താട്ടം നടത്താനും എല്ലാ തോന്നിവാസത്തിനും വരുന്ന കേന്ദ്രത്തിന് അവിടെ പള്ളി, അതിന്റെ മറവിൽ അവിടെ ഒരു പള്ളി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങള് ഉണ്ടാക്കുന്ന പറഞ്ഞ പള്ളിയാണ് ഈ പള്ളി. സംഭവിച്ചതെന്താ? പൈസ ഒക്കെ 40 കോടിയല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് കോടികൾ പിരിച്ചു. പൈസ കയ്യിൽ വന്നപ്പോ ഇന്റർനാഷണൽ ബിസിനസ്മാൻ വാപ്പയോട് പറഞ്ഞു, ഇതന്നെ ഏറ്റവും നല്ല പരിപാടി, ഏറ്റവും നല്ല ചൂഷണം ഇതാ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ആ പള്ളി ഇനിയിപ്പോ ഉണ്ടാക്കൊന്നും വേണ്ട, നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് നമ്മളെ ബിസിനസ് കേന്ദ്രം ഉഷാറാക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തൊരു പള്ളി ഉണ്ടല്ലോ, അപ്പള്ളി തന്നെയാണ് ഈ പള്ളി തന്നെയാണ് അപ്പള്ളി എന്നാക്കുക.
എന്നിട്ട് തൽക്കാലം നമുക്ക് ഷയർ മുബാറക്ക് ഇതിൽ സൂക്ഷിക്കുക. ഷയർ മുബാറക്ക് മർക്കസിൽ വന്നതിന് ശേഷം എത്ര ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് അവിടുത്തെ നീക്കങ്ങൾ എന്ന് പണ്ട് ഞങ്ങളെ പറഞ്ഞുങ്ങൾ പ്രതിഫലിപ്പിച്ചിരുന്നില്ലേ? എത്ര സൂക്ഷിച്ചിട്ടാണ് അത് വെച്ചുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ സൂക്ഷ്മത പുലർത്തിയിരുന്നതെന്ന്. ഇപ്പൊ നിങ്ങളാ ഷയർ മുബാറക്ക് കൊടുന്ന് വെച്ചു നിങ്ങൾ പറയണ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ഇനി എന്താ നടക്കാൻ ബാക്കി? ഇവിടെയാ ഞങ്ങൾ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല. അപ്പൊ കണ്ട് വ്യക്തമാണ്, വിശദീകരണം പോലും ആവശ്യമില്ല. സഖാഫിയാണ് ഈ പറയുന്നത്. ഇപ്പോഴും സുന്നി വേദികളിൽ പ്രസംഗിക്കുന്ന കുഞ്ഞി മുഹമ്മദ് സഖാഫി തൊഴിയൂർ അയാളാണ് പ്രഖ്യാപിച്ചത് ഇത് വമ്പൻ തട്ടിപ്പാണ്. അന്നാ പിരിച്ച കാശും ഓഫർ ചെയ്ത പള്ളിയും അത് ഇന്നും എവിടെയുമില്ല. ശിലാസ്ഥാപനം നടത്തി 2013. ഇന്ന് വരെ പിന്നെ ബാക്കിയൊന്നും കണ്ടിട്ടില്ല. അതെന്തോ ആവട്ടെ, പക്ഷേ നബിതങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ചൂഷണങ്ങൾ എന്നതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. അങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയപ്പോൾ മെല്ലെ അതങ്ങനെ കെട്ടടങ്ങി. പിന്നെ 2018 മുമ്പ് വീണ്ടും കൊണ്ടുവന്ന് മറ്റൊരു മുടി, മൂന്നാമത്തെ മുടി. 2018 വേറൊരു മുടി, അതെവിടെ ഞാൻ മദീനയിൽ കിട്ടിയില്ല പറഞ്ഞത്. പക്ഷെ അതിന് വലിയ പബ്ലിസിറ്റിയും കിട്ടിയിട്ടില്ല. അത് സാധു മുടിയാണ്, അത് എവിടെ പോയി ഞാൻ അറിയില്ല. അതിന് പള്ളിയില്ല, അതിന് ഈ വക പ്രചാരണമില്ല, അതിന് വലിയ പോലീസയില്ല. മദീനത്തിന് മുടി കിട്ടി പൊന്നപ്പോൾ കൊണ്ടുവന്നു മാത്രം. ഇനി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടിയ മുടിയാണോ നമുക്കറിയാം. ഏതായിരുന്നാലും അത് മെല്ലെ അങ്ങനെ കെട്ടടങ്ങി എന്ന് വിചാരിച്ചിരുന്നു. ഏതാണ്ട് അവസാനിച്ച് കിട്ടി. ഈ ടൈമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ഇപ്പൊ അവസാനം ഈ റബീഉൽ അവ്വൽ മാസത്തിലെ മൂപ്പര പ്രഖ്യാപനം ആ മുടി കുറച്ച് വളർന്നിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി, ചൂഷണം നിർത്താൻ ഉദ്ദേശമില്ല. അതാ നിലക്കാത്ത ചൂഷണങ്ങൾ നമ്മളിവിടെ ഹെഡിങ് കൊടുത്തത്. ചൂഷണം അവസാനിപ്പിക്കാൻ മൂപ്പർക്ക് ഉദ്ദേശമില്ല. നമ്മളൊക്കെ വിചാരിച്ച വയസ്സ് കുറെ ആയി, 94 വയസ്സായി എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല. അള്ളാഹു വേണം. അപ്പൊ ഏത് മനുഷ്യന്മാർക്കുണ്ടാവും സ്വാഭാവികമായിട്ടും കുറേയൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി തൽക്കാൻ നിർത്തുക. ഇനി ബാക്കിയുള്ള കാലം നല്ലൊക്കെ ജീവിച്ച് തൗബയൊക്കെ ചെയ്ത് ഒന്ന് മടങ്ങുക എന്ന് എത്ര വലിയ ആളുകളും ചിന്തിക്കുന്ന സമയമാണല്ലോ. പറ്റ വയസ്സായി ഒന്നിനും വയ്യ, എണീക്കാൻ കൈ പിടിക്കണം, മിണ്ടാൻ വയ്യ, പ്രസവിക്കാൻ വയ്യ. ആ ഒരു അവസ്ഥയൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു കുറ്റബോധവും ഒന്ന് മടങ്ങാനും ഇനിയും സമയമുണ്ട്. ഒന്നൊരു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ എത്ര മനുഷ്യന്മാരെ ഈമാൻ രക്ഷപ്പെടുത്താം. ഇതിപ്പോ മൂപ്പർക്ക് ഉറപ്പാണല്ലോ ഇത് തട്ടിപ്പാന്നുള്ളത്. അന്ന് മൂപ്പരെ കൂടെ നിന്ന് ഇതിനു വേണ്ട എല്ലാ പബ്ലിസിറ്റിയും കൊടുത്ത മനുഷ്യന്മാരാണ് പിന്നെ പുറത്തിറങ്ങി പറഞ്ഞത് ഇതിങ്ങനെയൊക്കെയാണ് ചെയ്തത്. സ്ഥലത്ത് ഉണ്ടാക്കിയവൻ പറയാ ഞാനാ ഉണ്ടാക്കിയത്. ബോംബെയിൽ പോയി കണ്ടോൻ പറയാ ഇതാണ് ബോംബെത്തെ അവസ്ഥ. പൈസ പിരിച്ചോൻ പറയാ ഇത് തട്ടിപ്പാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് മൂപ്പർക്കും അറിയാലോ ഇത് തട്ടിപ്പാന്നുള്ളത്. എന്നാ ഈ വയസ്സാങ്കാലത്തെങ്കിലും ഒന്ന് സമൂഹത്തോട് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ, കണ്ണടക്കും മുമ്പ് സമൂഹമേ പറ്റിപ്പോയി, ഞാൻ അന്ന് ചെയ്തു പോയി, നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാലും പൊരുത്തപ്പെടാൻ കുറച്ച് മനുഷ്യന്മാർ തയ്യാറായി കൂടായില്ല. അതിന് പോലും നിൽക്കാതെ ദുന്യാവെന്ന് പോകേണ്ടി വന്നാൽ എന്താ അവസ്ഥ? അതിപ്പോ പുതിയ വിവാദം വന്നപ്പോൾ നമ്മൾ ദാൽഹുദയുടെ VC-ആയ അവിടുത്തെ നദവി ബഹാവുദ്ദീൻ നദവി അദ്ദേഹം ഇതേ ആശയം അദ്ദേഹം പറഞ്ഞു. ഈ 94 വയസ്സിലും ഇനി ഇങ്ങനെ നുണ പറയണോ എന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ട്. ആ ഭാഗം കേൾക്കാൻ നമുക്കൊന്ന്. മുസ്ലിയുടെ കയ്യിലുള്ള കേശം വർഷങ്ങൾക്ക് മുമ്പുടെ ചർച്ചാ വിഷയമായതാണ്. പ്രവാചക തിരുമേനിയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട്. പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിൻ്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണം എന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ. സനദ് എന്നാണ് അതിന് അറബിയിൽ പറയാം. അങ്ങനെ ഒന്ന് AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട്. വ്യാജം പറയുക, ചെയ്യുക, പ്രവർത്തിക്കുക എന്നത് AP അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. ഇപ്പൊ 94 വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസം വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാൻ കഴിയാത്തതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ കച്ചവടവൽക്കരണം തന്നെ ആയിരിക്കും ലക്ഷ്യം വെച്ചിട്ടുണ്ടാകാം. ഫണ്ട് കളക്ഷന്,
അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ദുരുദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിരിക്കണം ഇത്. അപ്പൊ കണ്ടു, അദ്ദേഹം തന്നെ പറഞ്ഞത് 94-ാമത്തെ വയസ്സിലും ആ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല എന്ന്. നമുക്ക് ഗുണകാംക്ഷയോടെ സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തോട് അടക്കം പറയാനുള്ളത്, ദുന്യാവെന്ന് യാത്ര പോകുന്ന ഉറപ്പാണ്. ഇത്രയും നല്ല ആയുസ് നീട്ടി തന്നു. ഇനിയെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് സമൂഹത്തോട് ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി. ഒരുപാട് അബദ്ധം ചെയ്തു, ഒരുപാട് ചൂഷണം ചെയ്തു, ധാരാളമായി സമ്പാദിച്ചൊക്കെ ആയിക്കോട്ടെ, എന്നാലും ഏറ്റവും അവസാന സമയത്തേക്ക് അടുക്കുന്ന ഈ പ്രായാധിക്യമായ ഘട്ടത്തിലെങ്കിലും ഒന്ന് പടച്ചോനെ ഓർത്തത് ചിന്തിക്കുക. പടച്ചോനെ, റബ്ബിലേക്കാണ് പോകാനുള്ളത്, റബ്ബിനെ കണ്ടുമുട്ടാനുണ്ടല്ലോ. വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ എത്ര വലിയ സൂക്ഷ്മതയാണ് അവസാന കാര്യങ്ങൾ നിർവഹിച്ചത്. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹമൊക്കെ മരിക്കാൻ സമയത്ത് ശക്തമായി കരഞ്ഞുവെന്നാണ്. ചോദിച്ചു, എന്തേ നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹിന്റെ ദീനിൽ ഞാൻ കൊടുത്ത കുറെ ഫത്വകൾ, എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്ത മറുപടികൾ അത് ശരിയല്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ദുന്യാവെന്ന് യാത്ര പോകുകയാണ്. പടച്ച റബ്ബിലേക്ക് ചെല്ലുമ്പോൾ റബ്ബെന്നോട് ചോദിക്കും, എൻ്റെ ദീനിൽ നിനക്ക് ഉറപ്പില്ലാതെ നീ എന്തിനു പറഞ്ഞുവെന്ന് റബ്ബ് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയാ എന്ന ആ വേദനയാണ്, ആ ഒരു വിഷമമാണ് എന്നെ കരയിപ്പിക്കുന്നത്. കൂടെയുള്ള ശിഷ്യന്മാരെ പറഞ്ഞു, ഉസ്താദേ, ഒരു തെറ്റുപറ്റിയത് ഉറപ്പുണ്ടെങ്കിൽ അത് പ്രഖ്യാപിച്ചാൽ പോലെ, ഒരു അബദ്ധമായിരുന്നു, തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞാൽ പോലെ. അദ്ദേഹം പറഞ്ഞു, ഞാനിനി പ്രഖ്യാപിച്ചിട്ട് എന്തു കാര്യം? അതൊക്കെ എത്രയോ ആളുകൾ എന്നിൽ നിന്ന് കൈമാറി ഉദ്ധരിച്ചു പോയി. മാലിക് പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കിതാബുകൾ എഴുതപ്പെട്ടു പോയി. ഇനി ഖിയാമത്ത് വരെ അങ്ങനെ കൈമാറി പോകും. ഞാൻ തിരുത്തിയിട്ട് എന്തു കാര്യമെന്ന് ചോദിക്കുകയും ശക്തമായി കരയുകയും ആ കരച്ചിലോടുകൂടി അദ്ദേഹം വഫാത്താവുകയും ചെയ്തുവെന്നാണ് ചരിത്രം പറയുന്നത്. അതാ സൂക്ഷ്മതയാണ്. എങ്കിൽ കാന്തപുരം മുസ്ലിയാരോടക്കം വ്യക്തിവിദ്വേഷമില്ല, വ്യക്തിപരമായ വെറുപ്പൊന്നുമില്ല. പക്ഷേ ഈ സമുദായത്തെ ശിർക്കിന്റെ വഴിയിലേക്ക്, കുഫറിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ പല പ്രവർത്തനങ്ങളും നിമിത്തമായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. മതത്തിന്റെ പേരിൽ ധാരാളം ചൂഷണങ്ങൾ ബോധപൂർവം തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആയത്ത് ഓതിയിട്ട് ഇല്ലാത്ത അർത്ഥം പറഞ്ഞ് എന്ന തൗഹീദിന്റെ ആയത്ത് പോലും ശിർക്കിന് തെളിവായി നിങ്ങളാണ് സമുദായത്തെ പഠിപ്പിച്ചത്. ഈ അവസാന സമയങ്ങളിലേക്കെങ്കിലും റബ്ബിനെ ഓർത്തൊന്ന് പേടിച്ചുകൊണ്ട് ഇതൊക്കെ അബദ്ധമായിരുന്നു, ചെയ്തു പോയതായിരുന്നു, നിങ്ങൾക്ക് എനിക്ക് മാപ്പ് നൽകണം, നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് തൗഹീദിനെ പ്രഖ്യാപനം നടത്തിയാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. അല്ലെങ്കിൽ പ്രയാസം തന്നെയാണ് എന്ന് സ്നേഹബുദ്ധ്യ ഗുണകാംക്ഷയോടെ ഉണർത്താൻ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുകയാണ്. അവസാനം ഈ റബീഉൽ അവ്വലാണ് മൂപ്പര് പറഞ്ഞത്, ആ മുടി 1/2 സെന്റിമീറ്ററോളം വളർന്നിട്ടുണ്ട് എന്നാണ്. നമ്മളൊക്കെ കേട്ട ഭാഗമാണ്, എന്നാലും ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ നമുക്ക്. ഷാറു മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. കണ്ടോ, കൊണ്ടുവന്ന് വെച്ചതിനേക്കാളും 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് പറയാൻ പോലും മൂപ്പർക്ക് വയ്യ. ഈ പ്രായത്തിന് അത്രയും അവശനായിട്ടുണ്ട്. എന്നിട്ടും ഒരു താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പറയിപ്പിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ നാവോട് പറഞ്ഞിട്ടാൽ അത് വിശ്വസിക്കാൻ കുറെ മനുഷ്യന്മാരുണ്ടാവും. അതിനി കുറെ കാലം കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന ദുരുദ്ദേശമുള്ള ചില ആളുകളാണ് ഈ പ്രായത്തിലും പറയിപ്പിക്കുന്നത് നമുക്കറിയാം. പക്ഷെ എന്നാലും ചിന്തിക്കേണ്ടതുണ്ട്. എന്താ പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചതിനേക്കാളും 1/2 സെന്റിമീറ്റർ വലുതായി. ഓല വിശ്വാസപ്രകാരം നബിതങ്ങളുടെ മുടി ഇപ്പോഴും വളരുന്നതാണ്. കാരണം വളർന്നാലാണ് ഇങ്ങനെ കഷ്ടം മുറിച്ച് വിൽക്കാൻ പറ്റുക. അല്ല അപ്പൊ പുതിയ മുടി എവിടെ നിന്ന് കിട്ടാഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വലുതായാൽ എന്താ ചെയ്യുക? അതിന് ഇങ്ങനെ പീസാക്കിയിട്ട് പല സ്ഥലത്ത് കൊടുക്കാൻ കഴിയും. പക്ഷെ അപ്പൊ സംശയം പലതുമുണ്ട്. 2005 കൊണ്ടുവന്ന മുടിയാണോ വളർന്നത്? 11 മുടിയാണോ? 18 മുടിയാണോ? ഏതാ വളർന്നത്? അതറിയണമല്ലോ. അതോ എല്ലാം വലുതായിട്ടുണ്ടോ? ആകെ ഈ 20 കൊല്ലം കൊണ്ട് 1/2 സെന്റിമീറ്റർ ആണോ വളർന്നത്? അപ്പൊ വളർച്ച കമ്മിയാണല്ലോ. അതോ 1400 കൊല്ലമായി വളർന്നു വന്നതാണെങ്കിലോ ആ വളർച്ച എത്രയോ അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇതിൻ്റെ കൂടെ അദ്ദേഹം ഒരു പ്രഖ്യാപനം കൂടി നടത്തി. ഇപ്പോൾ ഇതാ ഈ മുടി മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള ശേഷിപ്പുകൾ കൂടി ഇത്തവണ കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ ബാക്കി പറഞ്ഞോട്ടെ. ആ ഷഹർ മുബാറക്കുന്നതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര്
കിട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ശരീരത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിൻ്റെ വെള്ള ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി. അപ്പൊ കണ്ടോ, ഈ വെള്ളത്തിന്റെ വിതരണ സമയത്താണ് മൂപ്പരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? ഒന്ന്, ആ മുടി 1/2 സെന്റിമീറ്ററോളം വളർന്നു. 2, ആ മുടി മുഖ്യ വെള്ളം മാത്രമല്ല, പിന്നെയോ നബിതങ്ങളുടെ ഉമിനീര് അതിപ്പോ കിട്ടിയതാണ്. നബിതങ്ങളുടെ ഉമിനീര് 1400 കൊല്ലമായി അന്നുണ്ടായ ആ ഉമിനീര് അത് ഇപ്പതാ നമ്മളെ മർക്കസിലേക്ക് എത്തിയിരിക്കുന്നു. നബിതങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം ഉത്ഭവിച്ചു. ഹദീസ് വന്ന കാര്യമാണ്. ആ വെള്ളത്തിന്റെ ഒരു ഭാഗം, ആ വെള്ളം കലർത്തിയ വെള്ളം അതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കണ്ടങ്ങള്, നബിന്റെ ഉമിനീര് കിട്ടിയൊക്കെ പറഞ്ഞാല് അതിപ്പോ ആരാ വിശ്വസിക്കുക? മുടി പിന്നെയും പറഞ്ഞ വിശ്വസിക്കുന്ന കുറച്ച് സുന്നാണെങ്കിലും ഉണ്ടാവും. നബിതങ്ങളെ ഉമിനീര് കിട്ടിയെന്ന് പറഞ്ഞാൽ 1400 കൊല്ലത്തിന് ഇപ്പുറത്തേക്ക് നബിതങ്ങളെ ഉമിനീര് ഇപ്പോഴും കിട്ടിയെന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും വിശ്വസിക്കാൻ ആളുണ്ട്, തക്ബീർ ചൊല്ലാൻ ആളുണ്ട് എന്ന ആ ഉറപ്പാണല്ലോ ഇതൊക്കെ പറയാനുള്ള പ്രേരക. അങ്ങനെ ഓരോന്നും വരാണ്. ചട്ടിയും അതേപോലെ പൊടിയും മണ്ണും അടക്കം പലതും ഇന്ന് അവിടെ ഉണ്ട് മൂപ്പരത്ത്. അതിവിടെ മാത്രമല്ല, ലോകത്ത് പലയിടത്തും ഇങ്ങനത്തെ കച്ചവടക്കാർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ഞാൻ പറയാം, തുർക്കിയിലായിട്ടും അധികം ഇങ്ങനത്തെ കച്ചവടം ഉള്ളത് അവിടെ ഉണ്ട്. മസ്ജിദുൽ ആസാർ ശേഷിപ്പ് സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മസ്ജിദുൽ ആസാർ ഇവിടെ കോഴിക്കോടല്ല, ആദ്യമായിട്ട് തുർക്കിയിലുണ്ട് മസ്ജിദുൽ ആസാർ. കാരണം ഇതേപോലെ കച്ചവടമാണ്. ലക്ഷക്കണക്കായി രൂപ കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്ന് അത് സൂക്ഷിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കി മസ്ജിദുൽ ആസാറിന് പേരിട്ടുകൊണ്ട് അത്തരമൊരു ചൂഷണത്തിന് വഴിയൊരുക്കിയത് തുർക്കി നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അവിടെയുണ്ട്. അവിടെ നബിതങ്ങളുടെ മുടിയുണ്ട്, അലി നബി ത്വാലിബിന്റെ താടിയും മുടിയുമുണ്ട് എന്ന് മാത്രം നബിതങ്ങൾ സുറുമട ഉപയോഗിച്ച സുറുമക്കോലി വരെ തുർക്കിയിലുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച അൽ ആസാർ നബവി എന്ന കിതാബിൽ പറയുന്നുണ്ട്, കാതിൽ മുള്ള് കുത്തിയാൽ ആ മുള്ള് തോണ്ടിയെടുക്കാൻ നബി ഉപയോഗിച്ച സൂചി അതുവരെ തുർക്കിയിലുണ്ട് എന്നാണ്. പിന്നെ ഇപ്പൊ ബാക്കി പറയാനല്ലോ. ആ രൂപത്തിലാണ് കച്ചവടങ്ങൾ ലോകത്തെമ്പാടും. അതൊക്കെ ഒരു മുടക്കില്ലാത്ത കച്ചവടം, ക്യാപിറ്റൽ ആവശ്യമില്ല, ഫുള്ള് ലാഭമാണ്. ജാറത്തിന് വരെ അടച്ചാക്ക സിമന്റും 10 കല്ലും വേണം, ഇതിനതും വേണ്ട. ഒന്നും മുടക്കാതെ ലാഭം മാത്രമുള്ള ഏർപ്പാടാണ് ഇതൊക്കെ. അതിനാണ് ഓരോരുത്തരും ഇങ്ങനെ മുടിയുമായി വരുന്നത്. ഇനി നോക്കുകൊണ്ട് ഒരു 10 കൊല്ലം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഒട്ടുമിക്ക കോളേജിലും നബിയുടെ മുടിയെത്തും. മർക്കസിൽ മാത്രമൊന്നുമല്ല, അങ്ങനെ ഉസ്താദ് ഒരു മാതൃക കാണിച്ചു വെച്ചു. ഇനിയിപ്പോൾ ശിഷ്യന്മാർ നടത്തുന്ന സ്ഥാപനത്തിലൊക്കെ മുടി വരും, പല സ്ഥലത്തുണ്ടാകും. ഇപ്പം നിങ്ങളുടെ നാട്ടിലെത്തിയത് മുടി. അപ്പം ഈ നേരത്തെ മുടിനെ ആക്ഷേപിച്ച മനുഷ്യന്മാരുണ്ടല്ലോ. ഇവിടേക്കത് പ്രസംഗിച്ച ഹാഫിദിന്റെ പേരിൽ മാത്രം ഹാഫിദായ ചങ്ങാതി ഉണ്ടല്ലോ. ഇവിടെ എന്താ തൊട്ടപ്പുറത്തുള്ള സ്ഥലം, അവിടെ ഉണ്ട് മുടി. ഇവരൊക്കെ ഈ പറച്ചില് കച്ചവടത്തിനെതിരായതുകൊണ്ടല്ല, അത് കച്ചവടക്കാർ തമ്മിലുള്ള ഫൈറ്റാന്ന് വിചാരിച്ചാൽ മതി, വേറൊന്നുമല്ല. ഒരു കച്ചവടം വരുമ്പോൾ മറ്റേ കച്ചവടക്കാരുണ്ടല്ലോ, പാരൊക്കെ നോക്കുക, ആ പരിപാടി അതൊക്കെ. അല്ലാതെ ആ സക്കാഫിക്കൊന്നും അതിൽ വേറെ പെർസെൻറ്റേജ് അല്ല, ഓരോ കച്ചവടക്കാരനാണ്. അതിന് വലിപ്പത്തിന് ഏറ്റവും വ്യത്യാസം ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ശരി, ഇതൊക്കെ ചൂഷണമാണ്. ഈ ചൂഷണം നിലക്കൂല, ഇത് അവസാനിക്കൂല. ഇതിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. അത് തിരുശേഷിപ്പുകളെ പേരിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാത്തിനും ആ കച്ചവടമുണ്ട്. ഏറ്റവും അധികം ചൂഷണമുള്ളത് മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. കാരണം കച്ചവടത്തിന് ഏറ്റവും ബെസ്റ്റ് ടൈം അതാണ്. വീട്ടിലൊരാൾ മരിച്ചാൽ സ്വാഭാവികമായും എന്ത് പോയി പറഞ്ഞാലും അതൊക്കെ ചെയ്യാൻ ആ മയ്യത്തിൻ്റെ അവകാശികൾ മാനസികമായി തയ്യാറാകുന്ന സമയമാണ്. അപ്പോൾ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആരെന്തുവെന്ന് പറഞ്ഞാലും ഒക്കെ ചെയ്യാം, ആയിക്കോട്ടെ, കിട്ടിക്കോട്ടെ എന്നൊരു മനസ്സ് ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പം ആ ദിവസങ്ങൾ ഏറ്റവും അധികം ചൂഷണത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് അവിടെ 3, 7, 14, 40 എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാസം കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ബിദ്അത്തുകൾ, അനാചാരങ്ങൾ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഒക്കെ പേരിൽ ചൂഷണം നടക്കുകയാണ്.
യഥാർത്ഥത്തിൽ മരിച്ചാൽ നമുക്ക് ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് കാര്യമുണ്ട്. അത് പഠിപ്പിച്ചു നമ്മുടെ സമൂഹത്തിന്. ഒരാൾ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മറവ് ചെയ്യണം, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, വസിയത്ത് നടപ്പാക്കണം, കടമുണ്ടെങ്കിൽ വീട്ടണം. ഇതൊക്കെ ഹദീസിൽപ്പെട്ട കാര്യമാണ്. എന്തിനേറെ ഉമ്മയും ബാപ്പയും മരിച്ചാൽ ആ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളുമായി ബന്ധം സ്ഥാപിക്കൽ പോലും ആ ബാപ്പ ഉമ്മനോടുള്ള ബാധ്യതയുടെ ഭാഗമാണ് എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. ബാപ്പ മരിച്ചാൽ ബാപ്പാന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, ആ സുഹൃത്തിനെ കാണുമ്പോൾ ആ ബന്ധം നിലർത്തിപ്പോവുക അതുപോലും ബാപ്പയോടുള്ള ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമാണ്. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഴുതപ്പുറത്തിങ്ങനെ പോവാണ്. അല്പം വില കൂടിയ നല്ല മുന്തിയ ഒരു തലപ്പാവുണ്ട് തലയിൽ. അപ്പോഴാ ഒരു ഗ്രാമീണായ മനുഷ്യൻ അവിടുന്ന് നടന്നു വരുന്നു. ഇബ്നു ഉമർ കഴുതപ്പുറത്ത് ഇറങ്ങി തന്നെ തലപ്പാവെടുത്ത് അയാളെ തലയിൽ വെച്ചു കൊടുത്തു. അപ്പൊ ആലോചിച്ച്, എന്തിനാ ആ ഒരു അഹ്റാബിനെ നിങ്ങൾ ഇങ്ങനെ ബഹുമാനിക്കുന്നത്? ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉപ്പയും ഇയാളുടെ ഉപ്പയും സുഹൃത്തുക്കളായിരുന്നു, എൻ്റെ വാപ്പയും ഇവന്റെ വാപ്പയും സുഹൃത്തുക്കളായിരുന്നു, ആ ബന്ധം ഞാൻ നിലർത്തിയതാണ്. മരിച്ചവരോട് നമുക്ക് ചെയ്യാനുള്ള ബാധ്യതയുടെ ഭാഗമാണതൊക്കെ. നമ്മുടെ ഏതു പ്രാർത്ഥനയിലും അവരെ കൂടി ഉൾപ്പെടുത്തുക. എല്ലാ ദുആയിലും നമ്മളൊക്കെ എല്ലാ സംസാരത്തിലും ഖുത്ബയിലും ഒക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല. നമ്മളൊക്കെ ഏതു പ്രാർത്ഥനയും നമ്മൾ ഉൾപ്പെടുത്തുന്നു. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. റബ്ബേ, ഈമാനിൽ മുൻകടന്നു പോയ കഴിഞ്ഞു പോയ വിശ്വാസികൾ അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഖുർആനാ പരിചയപ്പെടുത്തിയത്. ഇതൊക്കെ നബി തങ്ങളുടെ മാതൃകയുള്ളതാണ്, സ്വഹാബത്ത് ചെയ്തതാണ്. പക്ഷെ അതല്ല സമുദായത്തെ പഠിപ്പിക്കുന്നത്. ഖബർ സിയാറത്ത് സുന്നത്തായ കാര്യമാണ്. എന്തിനാ? മരിക്കുമെന്ന ഓർമ്മയുണ്ടാകാൻ, പരലോക ബോധമുണ്ടാവാൻ. ഖബർ കാണുമ്പോൾ നബി തങ്ങൾ കരഞ്ഞു, സ്വഹാബത്ത് കരഞ്ഞു, അവരൊക്കെ സ്വകാര്യമായി പോയി. അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് പോയാണ് ഖബർസ്ഥാനിലേക്ക്. ദീർഘമായ സമയം ഖബറുകൾ നോക്കി നിൽക്കും. ഒരുപാട് മനുഷ്യന്മാർ അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ ചെന്നാൽ നമ്മുടെ നാട്ടുകാർ, പരിചയക്കാർ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, കൂടെ പഠിച്ചവർ, നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ എല്ലാം ഉണ്ട് അവിടെ കിടക്കുന്നു. അതിങ്ങനെ കണ്ട് റബ്ബേ എനിക്കും വേണമല്ലോ മരിക്കാം, എനിക്കും വേണമല്ലോ പോവുക, ആ ഓർമ്മയുണ്ടാവാൻ ആ ഖബർ സിയാറത്ത്. അലി നബി ത്വാലിബ് അങ്ങനെ പോകുമായിരുന്നു രാത്രി എന്നാണ്. അവിടെ ചെന്ന് ദീർഘമായി നിൽക്കും, ഒരുപാട് ചിന്തിക്കും. സ്വയം അദ്ദേഹം എങ്ങനെ സ്വന്തത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത് പറയും, അലി ഇന്നല്ലെങ്കിൽ നാളെ നിന്റെയും ഗതി ഇതാണ്, നീയും വന്ന് കിടക്കാനുള്ളതാണ് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമെന്ന് ഇമാം ഖുർത്തുബി അത്തദ്കിറ ഫി അഹ്വാലിൽ മൗത വൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി കാണാൻ കഴിയും. ഇത് സ്വഹാബത്തിന്റെ മാതൃകയായിരുന്നു. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീടിന് മുമ്പിൽ ഖബർ കുഴിച്ചു വെച്ചു. എന്തിന്? ഖബർ കാണുമ്പോൾ ഒരു ഓർമ്മയുണ്ടാവാൻ. വീട്ടിന് മുമ്പിൽ ഖബർ, അത് കാണുമ്പോൾ ഒരു ഓർമ്മ. ഖബർ പോയി കിടക്കൽ, ഇതാണോ കിടക്കാനുള്ള സ്ഥലം എന്ന ആ ഒരു ഓർമ്മയുണ്ടാവാൻ, ആ ബോധമുണ്ടാവാൻ അത് നല്ലതാണ്. അതിൽ നിന്ന് മാറിയിട്ട് ആ ഖബർ സിയാറത്ത് പോലും ചൂഷണമായി മാറി, അതുപോലും കച്ചവടമായി മാറി, അതുപോലും സാമ്പത്തികമായി ആളുകളിൽ നിന്ന് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കാനുള്ള വഴിയായി വരുമാന മാർഗമാക്കി ഇന്ന് മാറ്റി. മരിച്ചാൽ 3-ന് പ്രത്യേകമായ സദ്യ, 7-ന് സദ്യ, 14 സദ്യ, അതൊക്കെ പലയിടത്തും കല്യാണം പോലെയാണ്. വലിയ പന്തലിട്ട് ധാരാളം ആളുകൾ ക്ഷണിച്ച് വലിയ സദ്യയുണ്ടാക്കി എന്തോ വലിയ സന്തോഷം പോലെയാണ് പലപ്പോഴും നടപ്പാക്കുന്നത്. 3-ന് കണ്ണോക്ക് എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. ആ വാക്കുന്നെ കിട്ടുക എന്താ കണ്ണോക്ക്? കണ്ണ് പോകാനാണ്. മരിച്ച ആള് ഖബറടക്കി 3-ാം നാള് കണ്ണ് ഉതിർന്നു വീഴുന്നതാണ്. എത്ര ഭീകരമാണ്, എത്ര ഭയാനകമാണ് രംഗം. വാപ്പ ഖബർ കൊണ്ടുപോയിച്ച് വാപ്പാന്റെ കണ്ണ് പോകുമ്പോൾ അന്നിവിടെ ബിരിയാണി വെച്ച് വിളമ്പാൻ എങ്ങനെ സഹോദരന്മാരെ നമുക്ക് പറ്റുക? ഇങ്ങനെ ഓരോ ദിവസം ഉണ്ടാക്കിയ പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ. പള്ളി നസ്രിൽ പഠിപ്പിക്കുന്ന ഫത്ഹുൽ മുഈൻ, അതിലെ വ്യാഖ്യാനമായ ഇആനത്തുൽ ത്വാലിബീൻ, ആ ഇആനത്തുൽ ത്വാലിബീനിൽ വന്ന ഈ വിഷയമായ ചോദ്യം മാത്രം സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്താ നിലപാട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എന്താ മാ ഖൗലുൽ മഫാത്തി അൽ കിറാം ബിൽ ബലദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിലുള്ള വ്യത്യസ്തമായ മുഫ്തിമാർ, ഷാഫി മദ്ഹബിലെ മുഫ്തിമാർ, ഹംബലി മദ്ഹബിലെ മുഫ്തിമാർ,
ഹനഫി മദ്ഹബിലെയും മാലികി മദ്ഹബിലെയും മുഫ്തിമാർ അവരോടൊക്കെ ചോദിച്ച ചോദ്യമാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. എന്താ? നാട്ടിൽ പതിവുണ്ട് ഫിൽ ഉർഫിൽ അവർക്ക് ഈ ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ആളുകൾ വരും. അങ്ങനെ പലപ്പോഴും ലജ്ജ കാരണം പോലും ഇത് താല്പര്യമില്ലാത്തതും കൂടി ചെയ്യാൻ നിർബന്ധരായി മാറുന്നു. മോശല്ലേ, ചെയ്യാൻ ഞാൻ ഇപ്പം എന്താ വിചാരിക്കുക, ആളുകൾ ഇപ്പം എന്താ പറയാ, അത് നടത്തിയില്ലെങ്കിൽ മോശല്ലേ എന്ന് കരുതി താല്പര്യമില്ലാതെ പോലും ആളുകൾ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. എന്നിട്ട് വ്യത്യസ്തമായ ഭക്ഷണം ഉണ്ടാക്കും. വ്യത്യസ്തമായ ഭക്ഷണം അവിടെ ഉണ്ടാക്കും. എന്നിട്ട് ആളുകൾക്ക് വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന രീതി ഇവിടെ ഉണ്ട്. എന്നിട്ട് ആ നാട്ടിലെ ഭരണാധികാരി ഇത് മനസ്സിലാക്കിയപ്പോൾ ആ ഭരണാധികാരി തീരുമാനിക്കുകയാണ്, ഇത് തൽക്കാലം നിർത്തൽ ചെയ്യണം, ഇത് വേണ്ടെന്ന് പറയണം, ഇത് ഒഴിവാക്കാനും പറയണം എന്ന് ഭരണാധികാരി തീരുമാനിച്ചാൽ ആ ഭരണാധികാരിക്ക് ഇതിന് കൂലി കിട്ടുമോ എന്നാ ചോദ്യം. യുസാബു അലാ ഹാദൽ മൻഇൽ മദ്കൂർ. ഇങ്ങനെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഭരണാധികാരിക്ക് ഇത് തടഞ്ഞതിന് കൂലി കിട്ടുമോ എന്ന് ഹറമിലെ മുഫ്തിമാരോട്, ഇപ്പോഴത്തെ മുഫ്തിയല്ല അന്നത്തെ മുഫ്തിമാരോട് ചോദിച്ച ചോദ്യമാണ് ഈ ആയത്ത് ത്വാലിബീനിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. എന്താ മറുപടി അറിയോ? മറുപടി കാണാം. നഅം മാ യഫ്അലുഹു الناس من الاجتماع عند اهل الميت وصنع الطعام من البدع المنكرة التي يثاب على منعها وذي الامر. അതെ, ഈ പറയപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടലും ഭക്ഷണമുണ്ടാക്കലും ഈ മയ്യത്തിന്റെ അഹലുകൾക്ക് പല സംഗമിക്കലുമുണ്ടല്ലോ, ഇതൊക്കെ മിനൽ ബിദ്അഇൽ മുൻകറ, ഇത് ആക്ഷേപകരമായ ബിദ്അത്താണ്. ആക്ഷേപകരമായ ബിദ്അത്താണ്. അല്ലത്തി യുസാബു അലാ മൻഇഹാ വാദിൽ അംരി. ഒരു ഭരണാധികാരി ഇത് തടയുന്നുവെങ്കിൽ ആ ഭരണാധികാരിക്ക് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കും. ഏത്? മരിച്ചാളുടെ പേരിൽ വീട്ടിലുണ്ടാക്കുന്ന ഇത്തരം സദ്യകൾ ഈ നാട്ടിൽ പറ്റൂല എന്ന് നാട്ടിലെ ഭരണാധികാരി, ഇസ്ലാമികമായ ഭരണാധികാരി പ്രഖ്യാപിച്ചാൽ അവർക്ക് കൂലി കിട്ടുമെന്നാണ് മറുപടി കൊടുത്തത്. എന്നിട്ട് മാത്രമല്ല, ഒരു പ്രാർത്ഥനയും സബ്ബത്തല്ലാഹു ബിഹി ഖവാഇദദ്ദീൻ വഅയ്യദ ബിഹിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. അവരെക്കൊണ്ട് അല്ലാഹു തആല ഇസ്ലാമിന് ശക്തി കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു തആല സ്ഥൈര്യം നൽകട്ടെ എന്ന് ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥനയും. എന്നിട്ട് പിന്നെ പറയാ, ഹദീസ് കൊടുക്കുക, നബി തങ്ങൾ മാതൃക എന്താ, സ്വഹാബത്തിന്റെ മാതൃക എന്താ എന്നൊക്കെ കൊടുക്കുക. നബി തങ്ങൾ പഠിപ്പിച്ചത്, ജഅഫർ മരിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അവന്റെ കൂട്ടുകാരൊക്കെ ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചിരിക്കുകയാണ്. അവിടെ ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അയൽവാസികളോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ കുട്ടികളെ തിന്നാൻ കൊടുക്കുകയും അയാളുടെ ഭാര്യ അവർ കഴിക്കട്ടെ, അവരൊക്കെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, അവർ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, നിങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർക്ക് തിന്നാൻ കൊടുക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസ് കൊടുത്തു. എന്നിട്ട് പറയാണ്, വയഹ്റുമു തഹിയ്യത്തുൽ ലിന്നായിഹാത്തി യൻഹു ഇഅ്തലാ മഅസിയത്തിൻ. ഇതിലൂടെ പ്രത്യേകമായി കരയാൻ വേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടി പ്രത്യേകമായി വല്ല ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ഹറാമുമാകുന്നു. വമർത്തില മിൻ ജഅലി അഹ്ലിൽ മയ്യിത്ത് തുആമൻ യദ്ഉ الناس ഇലൈഹി ബിദ്അത്തുൻ മക്റൂഹ. നാട്ടിൽ പതിവുണ്ട്, മരിച്ച ആളുടെ അഹ്ലുകാർ ഭക്ഷണം ഉണ്ടാക്കും, ജനങ്ങളെല്ലാം വിളിച്ചു കൊണ്ടുവരും, എന്നിട്ട് ജനങ്ങളൊക്കെ വന്ന് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. ഈ ഏർപ്പാട് ബിദ്അത്തുൻ മക്റൂഹ, വെറുക്കപ്പെട്ട ബിദ്അത്താണ്, ദുരാചാരമാണ്. കഇജാബത്തിഹിം ലിദാലിക, ആ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കലും ബിദ്അത്താകുന്നു. ഇത് പള്ളിയിലെ ഓതുന്ന കിതാബാണ്. ഇത് ഓതിക്കൊടുക്കുന്ന ഉസ്താദും കുട്ടികളും കൂടിയാണ് വീണ്ടും ആ വീട്ടിലേക്ക് വരുന്നത്. ദർസിന് ഇത് ഓതുന്നതിനിടയിലാണ് ഇന്ന് നമുക്ക് കണ്ണോക്കുണ്ട്, തൽക്കാൻ ദർസ് അത്ര മതി എന്ന് പറഞ്ഞ് പോണത് എവിടേക്കാണ്? ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കാൻ പോലും പാടില്ലെന്ന് പറഞ്ഞ ഭക്ഷണത്തിലേക്കാണ് പോകുന്നത്. ഇതിന് തെളിവ് കൊടുത്തു നബി തങ്ങളുടെ സ്വഹാബി ജരീർ പറയാണ്, കുന്നാ നഉദ്ദുൽ ഇജ്തിമാഅ ഇലാ അഹ്ലിൽ മയ്യിത്തി വസുൻഹിം അത്അമ ബഅദ ദഫ്നിഹി മിനൻ നിയാഹതി. മരിച്ച വീട്ടിലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ നബി തങ്ങളെ വിലക്കിയ നിയാഹത്ത് എന്ന് പറയുന്ന വാവിട്ടുകരയ എന്ന ആ ഗണത്തിൽ തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്ന് സുഹാബി പറഞ്ഞത് അവർ പ്രത്യേകം എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അവരൊക്കെ തിരിഞ്ഞു പോവുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. വീണ്ടും പറയാം, ചെയ്യൽ വെറുക്കപ്പെട്ട
അങ്ങേയറ്റം മോശമായ ബിദ്അത്തായ കാര്യമാണ്. മാ യഫ്അലുഹു നാസു മിൻ വഹ്ശതി വൽ ജംഇ വൽ അർബഈന. ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ ഏകാന്തമായിരിക്കുക, അത് പാടില്ല, ബിദ്അത്താണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇവരെ സദ്യയാക്കി മാറ്റുക, അത് ബിദ്അത്താണ്. വൽ അർബഈൻ 40, അത് ബിദ്അത്താണ്. ബൽ കുല്ലു ദാലിക ഹറാം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പോരാ, ഇതെല്ലാം ഹറാമാകുന്നു. പള്ളിയിൽ ഓതുന്ന ഷാഫി മദ്ഹബിലെ കിതാബ് ഫത്ഹുൽ മുഈൻ, അതിന് വ്യാഖ്യാനമായി ത്വാലിബിനെ കൊടുത്ത ഫത്വയാണ് 40 കഴിക്കൽ ഹറാമാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പോരാ, ഹറാം കൂടിയാണ് എന്ന് പ്രത്യേകമായി പറയാം. എങ്ങനെ ഹറാം? ഇൻ കാന മിൻ മാലി മഹ്ജൂരിൻ ഔ മിൻ മയ്യിത്ത് അലൈഹി ദൈനുൻ ഔ യതറത്തബു അലൈഹി ളററുൻ ഔ നഹവി ദാലിക. കടമുള്ള മയ്യിത്താണെങ്കിൽ ആ സ്വത്ത് നിൽക്കാനോ ഹറാമായി. അതേപോലെ മറ്റു വല്ല ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നുവോ അത് ഹറാമായി എന്നുകൂടി പ്രത്യേകമായി പറയുന്നു. മാത്രമല്ല എന്നിട്ട് ഹദീസ് കൊടുക്കുക, സുന്നത്തുകൾ ജീവിപ്പിക്കുകയാണ് വേണ്ടത്, ബിദ്അത്ത് ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്ന ഹദീസ് അദ്ദേഹം കൊടുക്കാം. അവസാനം പറയാ വലാ ശക്ക, സംശയം വേണ്ട, അന്നമൻ അന്നാസ് മിൻ ഹാദിൽ ബിദ്അത്തിൽ മുൻകറത്തി, ഈ ബിദ്അത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയാണെങ്കിൽ ഫീഹി ഇഹ്യാഉൽ ലിസുന്ന, അത് സുന്നത്തിനെ ജീവിപ്പിക്കലാണ്, വ ഇമാതത്തുൽ ബിദ്അത്തി, ബിദ്അത്തിനെ ഇല്ലാതാക്കലുമാകുന്നു. ഈ ബിദ്അത്ത് ഇത് പറ്റൂല, ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ അത് സുന്നത്തിനെ ജീവിപ്പിക്കലാണ്, ബിദ്അത്തിനെ ഇല്ലാതാക്കലാണ്. വ ഫത്ഹുൽ കസീരിൻ മിൻ അബ്വാബിൽ ഖൈരി, ഒരുപാട് നന്മയുടെ കവാടം തുറക്കലാണ്. വ വൽഖുൽ കസീരിൻ മിൻ അബ്വാബി ശർരി, ഒരുപാട് തിന്മയുടെ കവാടങ്ങൾ അടക്കലാകുന്നു എന്ന് വരെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞില്ല, വീണ്ടും പറഞ്ഞു ഇതൊരു ഫത്വ. രണ്ടാമത്തെ ഫത്വ കൊടുക്കുകയാണ്. മറ്റൊരു മുഫ്തി കൊടുത്ത ഫത്വ യുസാബു വാദിൽ അംരി, ഈ ഭരണാധികാരിക്ക് കൂലി കിട്ടും. അലാ മൻഇഹിം അലാ തിൽക്കൽ ഉമൂർ അല്ലത്തി ഹിയ മിനൽ ബിദ്അൽ മുസ്തഖബഹതി ഇൻദൽ ജംഹൂർ, ഖബീഹായ മോശമായ ബിദ്അത്താണ് എന്ന് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും വിധി എഴുതിയ ഈ ബിദ്അത്ത് അത് തടഞ്ഞാൽ ഭരണാധികാരിക്ക് കൂലി കിട്ടുമെന്ന് കൊടുക്കുന്നു. എന്നിട്ട് അത് തെളിവ് കൊടുക്കുന്നു. സ്വഹാബത്തെ രീതി പറയുന്നു. നേരത്തെ പറഞ്ഞ സംഭവങ്ങൾക്ക് കൊടുത്തു. ഇതിന് അവസാനം മറ്റൊരു ഫത്വ കൂടി കൊടുക്കുകയാണ്. ഇതേപോലെ വ്യത്യസ്തമായ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വഫിൽ ബസ്സാരി വയുക്റഹു ഇത്തിഖാദു തുആമി, ഭക്ഷണമുണ്ടാക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്. ഫിൽ യൗമിൽ അവ്വലി, മരിച്ച 1-ാം ദിവസം, വസ്സാലിസി 3, വബഅദൽ ഉസ്ബൂഇ 7, ഇതിനെല്ലാം ഭക്ഷണമുണ്ടാക്കൽ വെറുക്കപ്പെട്ട കാര്യമാകുന്നു എന്ന് കൂടി അത് പ്രത്യേകമായി കൊടുക്കുകയാണ്. വഖദ് അജാബ ബിനദീരി ഹാദിൽ ജവാബൈനി മുഫ്തിസാത്തിൽ മാലിക്കിയ മുഫ്തിസാത്തിൽ ഹനാബില. ഷാഫി മദ്ഹബിലെയും ഹനഫി മദ്ഹബിലെയും ഫത്വയാണ് കൊടുത്തത് എന്നൊരു പറയാം. മാലിക്കികളും ഹംബലികളും ഇതേ ഫത്വ നൽകിയിട്ടുമുണ്ട്. എത്ര വ്യക്തമാണ്! ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുന്നത്തായും അത് കണ്ടത്. അത് ചൂഷണമാണ്, അതൊരു ചൂഷണമാണ്. അതിന്റെ മറവിൽ പണം ലഭിക്കുന്നു, അതേപോലെ ഭക്ഷണം ലഭിക്കുന്നു, ആളുകൾക്ക് അത് പ്രത്യേകമായി ആളുകൾക്ക് ആവേശമായി മാറുന്നു. അതുകൊണ്ട് അത് സുന്നത്തായി മാറി, ഇവിടെ ആചാരമായി മാറി. ഇവിടെ ഇങ്ങനെ എത്ര 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 ബിദ്അത്തുകളാണ് നമ്മുടെ നാടുകളിൽ സുന്നത്തായി ഇന്നും കൊണ്ടെടുക്കപ്പെടുന്നത്. ആളുകളെ കണക്കിൽ അതൊക്കെ സുന്നത്താണ്, അതൊക്കെ മയ്യിത്തിന് വേണ്ടി ചെയ്യേണ്ടതാണ്, കൂലി കിട്ടുന്ന കാര്യമാണ് എന്നാണ്. ഇത് ചെയ്യാത്ത വഹാബിയോ ഒരു പുത്തമ്പാതി ഓൻ പഴച്ചോന് മരിച്ചാ പിന്നെ ഒന്നുമില്ല, നേരെ കൊണ്ടുപോയി മറവ് ചെയ്ത് നേരെ അങ്ങ് പോന്നു, പിന്നെ ഒന്നുമില്ല എന്നാണ് ഉസ്താദുമാരെ പറഞ്ഞു കൊടുക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ളതോ മുജാഹിദീങ്ങൾക്കാണ്. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന കുറവാണ്. എല്ലാ ഖുത്ബയിലും, എല്ലാ പ്രഭാഷണത്തിലും, എല്ലാ സദസ്സിലും സ്വന്തമായ പ്രാർത്ഥനയുമെല്ലാം അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് ഓരോ മുജാഹിദും ഓരോ വിശ്വാസിയും മുന്നോട്ട് പോകുന്നതെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ മയ്യിത്തുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചൂഷണങ്ങൾ, ഖബറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചൂഷണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു പോയി. ഖബർ കെട്ടുയർത്തുക, അവിടെ എടുപ്പുണ്ടാക്കുക, ജാറം മൂടുക, അവിടേക്ക് നേർച്ച നേടുക, അവിടെ പോയി സത്യം ചെയ്യുക, അവിടെ പോയി സഹായം തേടുക, ഖബറാളിയെ വിളിക്കുക, ആ ഖബറാളിയെല്ലാം കേൾക്കുമെന്ന് വിശ്വസിക്കുക തുടങ്ങി എത്ര എത്ര വിശ്വാസങ്ങളാണ് സമൂഹത്തിലുള്ളത്. എന്തു പ്രമാണമുള്ളത്? വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞ പടച്ചറബ് പഠിപ്പിച്ച ആ ഒരു പാശം, വിശുദ്ധ ഖുർആനാകുന്ന തിരുസുന്നത്താകുന്ന ആ പാശത്തിൽ, ആ മാർഗത്തിൽ എവിടെയാണ് സഹോദരങ്ങളെ നമുക്കത് കാണാൻ കഴിയുക? സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഒക്ടോബർ 4-ാം തീയതി ഈ വിഷയത്തിൽ മാത്രം ഇൻഷാ അല്ലാഹ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു മുഖാമുഖം സംഘടിപ്പിക്കുകയാണ്. ഖബർ ആരാധനയും പ്രമാണങ്ങളും എന്ന വിഷയത്തിൽ ഊന്നി പുത്തമ്പള്ളിയിലാണ്. പുത്തമ്പള്ളി ഏറ്റവും വലിയ ജാറത്തിന്റെ കേന്ദ്രമാണ്. പുത്തമ്പള്ളി ശൈഖിന്റെ പ്രത്യേകത, അവസാന കാലത്ത് മുമ്പ് രോഗം വന്ന് ഒരു കാല് മടങ്ങിനാണ്.
കാല് മടങ്ങി നിസ്കരിക്കാൻ പ്രയാസം, കാല് നിവർത്താൻ പറ്റുന്നില്ല. അവസാനം അദ്ദേഹം മരിച്ചപ്പോഴും കാല് മടങ്ങി നിൽക്കുകയാണ്. കുളിപ്പിക്കാൻ പ്രയാസപ്പെട്ടു, കഫൻ ചെയ്യാൻ പ്രയാസപ്പെട്ടു, മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കാൻ പ്രയാസപ്പെട്ടു. അവസാനം ഇടങ്ങാറായി ആ നിലയ്ക്ക് കഫൻ ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ ഒരു കാലിങ്ങനെ മടക്കി വെച്ചുകൊണ്ടാണ് കഫൻ ചെയ്തതാണ്. കൊണ്ടുപോയി ഖബറിക്കൊക്കെ വെച്ച് മൂടുകല്ലിങ്ങനെ വെച്ചപ്പോൾ മൂപ്പര് കാലങ്ങ് നീട്ടിയിലാണ് പിന്നെ കഥ പറഞ്ഞത്. അതാ പുത്തമ്പള്ളി ജാറത്തിൻ്റെ പ്രത്യേകത. ആ സ്ഥാനത്ത് നമ്മളെ വാപ്പാന മയ്യത്താണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? നമ്മളെ വാപ്പാന മയ്യത്താണെങ്കിൽ ഖബർക്ക് വെച്ച് 2 മൂട് വെച്ചപ്പോൾ വാപ്പ അല്ലല്ലാഹു കാലാണ് നീട്ടിയാൽ എടാ കല്ലെടുക്ക് വാപ്പ മരിച്ചിട്ടില്ല എന്നല്ലേ പറയാ? വാപ്പ ഔലിയാണ്, കറാമത്തൊക്കെ ഉണ്ടാവും, അവിടെ കിടന്നോട്ടെ എന്ന് പറയോ? അതാ പുത്തമ്പള്ളി ശൈഖ്. ആ ജാടത്തിന്റെ സമീപത്താണ് ഇൻഷാ അല്ലാഹ് നമ്മളെ മുഖാമുഖം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒക്ടോബർ 4 ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് 4:30 തുടങ്ങി രാത്രി 10 മണി വരെയുള്ള ഈ വിഷയത്തിൽ ആൾക്ക് സംശയം ചോദിക്കാനും അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഹക്കായി പറഞ്ഞു കൊടുക്കാൻ തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര ചൂഷണമാണ് ഖബറുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് ഖബർ കച്ചവടം ചെയ്യുക, ഖബറൊന്നാകെ വിൽക്കുക. പുത്തമ്പള്ളി ജാറൊക്കെ ഓരോ കൊല്ലം ലേലം വിളിച്ചു കൊടുക്കുകയാണ്. ടീം അവിടെ കാത്തുക്കൾ ലേലം വിളിക്കാൻ വേണ്ടി കോടികൾക്കാണ് ആ ഖബറുകൾ വിലക്കെടുക്കുന്നത്. വേറെ എവിടെ കാണാൻ പറ്റുന്നത്? റഹ്മത്തുള്ളാഹി ഖാസിമി പണ്ട് പ്രസംഗിച്ചു, മഹാന്മാരെ ഖബർ വരെ വിറ്റ കൗമല്ല നമ്മൾ എന്ന് ആക്ഷേപമായി അദ്ദേഹം പണ്ട് പ്രസംഗിച്ചത് നമ്മളൊക്കെ കേട്ടതായിരിക്കാം. ആ അവസ്ഥയ്ക്ക് സഹോദരങ്ങളെ എങ്ങനെ ഖബറെത്തി? സ്വഹാബത്ത് ഖബർ കാണുമ്പോൾ കരയേണ്ട. എന്നത്തെ സൂചിപ്പിച്ചുവല്ലോ, വിശ്വാസിക്ക് ഖബർ തനിക്ക് ബോധമുണ്ടാവാൻ, മരിക്കുമെന്ന ചിന്ത ഉണ്ടാവാനാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ, പരത്രിക ഭവനങ്ങളിൽ 1ാമത്തെ ഭവനമാണ് ഖബർ. അതിന് രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. അതിന് പ്രയാസമായാലോ ബാക്കിയെല്ലാം പ്രയാസമാണ്. നബിതങ്ങൾ പോലും പറഞ്ഞില്ലേ ഖബറിന്റെ പ്രയാസത്തെപ്പറ്റി. എന്നിട്ട് ആ ഖബറാണ് കച്ചവടമായി മാറുന്നത്. റഹ്മത്തുള്ളാഹി ഖാസിമി അന്ന് പറഞ്ഞ ആ ഭാഗം ഒന്ന് കേൾക്കാം സമർപ്പികമായിട്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക. ഈ കൗമ ഈ നൗമ് നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. കണ്ടോ, ഇത് സത്യമാണ്. ഇത് കച്ചവടത്തിന്റെ പാർട്ടി, ചൂഷണമാണ്. ഇതിന് ആത്മീയ ചൂഷണം എന്ന് പറയാം. ഖബർ ഒന്നാകെ വിൽക്കുക, കച്ചവടം ചെയ്യാം. മയ്യത്ത് വിൽക്കുക, എന്തെല്ലാം പരിപാടി. മയ്യത്ത് കച്ചവടം, മരിച്ചാൽ പോയി വില പറയാ. ഇവിടുത്തെ ഔലിയ നാട്ടിൽ പേരുണ്ടോ, മരിച്ചാൽ പോയി കച്ചവടം ചെയ്യാം, വില പറയാം. അങ്ങനെയല്ലേ പെരിങ്ങത്തൂർ പാപ്പാനെ കച്ചവടമാക്കാൻ പോയത്? അവസാനം റേറ്റുമ്പോൾ തീരുമാനമാവാതെ പിരിഞ്ഞു. കാന്തപുരം മുസ്ലിം പോയി വില പറഞ്ഞു നോക്കി. അവര് പറഞ്ഞ വിലയും ഇയാൾ പറഞ്ഞ വിലയും ഒത്തില്ല. അവസാനം കച്ചവടം നടന്നില്ല, ഒഴിവാക്കി. അവർ സ്വന്തമായി ജാറുണ്ടാക്കി. അപ്പം ഏപ്പിക്കാരെ പ്രചരിപ്പിച്ച് മൂപ്പര ഔലിയല്ല, മൂപ്പര കറാമത്തൊന്നുമില്ല, അതോടെ ഉണങ്ങിക്കിടുന്നു. ഇപ്പം തോന്നുന്നുണ്ടാവും അത് കിട്ടിയ പൈസ കൊടുത്താൽ മതിയായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ എന്തെല്ലാം ഏർപ്പെടമാട്ടിലാണ് കറാമത്ത് കച്ചവടങ്ങൾ. എല്ലാ രംഗത്തും ഒരു വിശ്വാസിയെ ഏതൊക്കെ വഴി ചൂഷണം ചെയ്യാൻ പറ്റുമോ അതിന് മുഴുവനുമുള്ള വേദി അന്വേഷിക്കുന്ന ആളുകളായി ഇത്തരം ആളുകൾ മാറി എന്നത് എത്രമാത്രം വേദനാജനകമാണ്. ഒരു പുതിയ വീടുണ്ടാക്കാൻ തീരുമാനിച്ചാൽ എത്ര ചൂഷണം. ആരും സ്ഥലത്ത് പോയി കുറ്റിയടിക്കണം. ആരാ കുറ്റിയടിക്കുക? ഉസ്താദ് വരണം. അതെന്താ? ഉസ്താദ് കുറ്റിയടിച്ചാൽ എന്തോ വർക്കത്തുണ്ടാവും. അതാ വിശ്വാസം, അതാണ് വിശ്വാസം. ഒരു പള്ളിയോ കോളേജോ കുറ്റടിക്കുമ്പോൾ ഒരു പബ്ലിസിറ്റിക്കാണ്, മനുഷ്യന്മാർ അറിയിക്കാണെന്ന് വിചാരിക്കാം. അവിടെ അപ്പുറമായിട്ടുണ്ടോ? അത് പറ്റൂല. ആ സ്ഥാനത്ത് തങ്ങൾ തന്നെ വരണം, ഉസ്താദ് തന്നെ വരണം. ദിവസം വെക്കാൻ ഉസ്താദ് വരണം, ഉസ്താദ് പറയണം. എന്നാ പറ്റുക, എപ്പോഴാ പറ്റുക? നമുക്കുണ്ടോ കൂട്ടരെ അങ്ങനെ നഹ്സൊക്കെ? ദുസ്സഗുണം. ഉസ്താദ് പോയിട്ട് ഉസ്താദ് നോക്കിയിട്ട് പറയാ ഇന്ന ഡേറ്റിനായിക്കോട്ടെ, എന്നാലേ പറ്റുള്ളൂതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു കല്യാണം ഉറപ്പിച്ചിട്ട് 2 കൂട്ടരും ഡേറ്റൊക്കെ കണ്ട് അവസാനം വാപ്പ പറഞ്ഞു നമ്മൾ ഉസ്താദെ പോയി കാണാം, ഉസ്താദിനോട് ചോദിച്ചിട്ട് നമുക്ക് ഫൈനലാക്കാം. ഓഡിറ്റോറിയം അടക്കം കണ്ടുവെച്ച് ഏതാണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉസ്താദിനടുത്ത് പോയി ഉസ്താദ് പറഞ്ഞു ആചാര്യ അന്ന് പറ്റൂലാണ്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അപ്പം കൂടെ ഇയാളെ വഹാബിയായ മോനും പോയിരുന്നു. ഉസ്താദ് പറഞ്ഞു അന്ന് പറ്റൂലാന്ന്, അന്ന് നഹ്സാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നോക്കി, ഉസ്താദങ്ങൾ ഓഡിറ്റോറിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2 കൂട്ടർക്കും സൗകര്യമുള്ള ഡേറ്റ്, എന്ത് പറഞ്ഞാലും അന്ന് പറ്റൂല. അപ്പം ഈ മോൻ ചോദിച്ചു ഉസ്താദ് എന്താ പോലെ ഒരു കല്യാണമല്ലേ,
അപ്പോൾ വാപ്പറിഞ്ഞ് ചോദിക്കാൻ പോണ്ട, ഉസ്താദ് പറഞ്ഞാൽ അതന്നെ നമുക്കന്ന് വേണ്ട. എന്നായിക്കോട്ടെ. അപ്പം മകൻ ചോദിച്ചു, ഉസ്താദ് അന്ന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അന്ന് നല്ല കാര്യത്തിലൊന്നും പറ്റൂല, നഹ്സാണ്. എന്നായിക്കോട്ടെ, പിന്നെന്ന് പറയാമല്ലോ. അപ്പം ഈ വഹാബിയായ മോഹൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ അന്ന് നിസ്കരിക്കൂലട്ടോ പറഞ്ഞു. എന്താ ചോദിച്ചാൽ, അല്ല നല്ല കാര്യത്തിൽ പറ്റുമോ? ഏറ്റവും വലിയ നല്ല കാര്യം നിസ്കാരമല്ലേ. നിസ്കരിക്കൊക്കെ വേണമെന്നാണ്. അത് ശരി. നോമ്പെടുക്കാൻ പറ്റുക, നോമ്പെടുക്കാനും പറ്റുന്നത്. ഖുർആൻ ഓതാൻ പറ്റുമോ? അതിനും പറ്റും. പിന്നെ ഏതിനാ പറ്റാത്തത്? കല്യാണത്തിന് മാത്രം. അപ്പം വാപ്പാക്ക് മനസ്സിലായി അതിലെന്തുണ്ടല്ലോ. ഇപ്പം വാപ്പ നമ്മൾ അന്ന് നടത്തുക, അതിനുള്ളത് മതിയാണ്. ഇത്രേ ഉള്ളൂ ഇപ്പം അതൊക്കെ. അപ്പം ദിവസം വെക്കാൻ തങ്ങപ്പാപ്പ, കുറ്റടിക്കാൻ തങ്ങപ്പാപ്പ, കട്ടിൽ വെക്കാൻ തങ്ങപ്പാപ്പ. എന്നാൽ മൂപ്പര് കട്ടിലൊക്കെ ഇല്ല, മൂപ്പര് തോടേ ഉള്ളൂ. തിരക്കില്ല. അന്ന് മൂപ്പര് പണിക്ക് എന്നിട്ട് വൈകുന്നേരം വരെ എല്ലാ കട്ടിലും വെച്ച് വൈകുന്നേരം 1000 റുപ്യ വാങ്ങി പോവുകയാണെങ്കിൽ അത് പ്രശ്നമില്ല, അതൊന്നും ഉണ്ടാവില്ല. അത് കട്ടിൽ വെക്കല് പങ്കാളി തന്നെയാണ്. ഉസ്താദിന് എന്താ പണി? ഒന്ന് തൊട്ടാ മതി. ഉസ്താദ് തൊട്ടാ മതി, ബറക്കത്തായില്ല. അങ്ങനെ ബറക്കത്തില്ല. തൊട്ടിട്ടും തടവിട്ടും തോണ്ടിയിട്ടും കൊടുക്കുന്ന ഏർപ്പാടല്ല ബറക്കത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ബറക്കത്ത് നബിലങ്ങൾക്കുണ്ടെന്ന് കരുതിയിട്ട് എന്നാ നമ്മളെ ഉസ്താദ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂൽ നമ്മളെ ഉസ്താദിന് തുല്യപ്പെടുത്തലല്ലേ സഹോദരന്മാരെ? അത് ചെയ്യാൻ പറ്റും. പിന്നെ അവസാനം കുടിയിരിക്കുമ്പോൾ അന്ന് മൺ ദിവസം വെക്കാൻ ഉസ്താദ് വേണം. അന്ന് പാല് കാച്ചണം. അന്ന് കുറ്റൂസാന്ന് പറയാം. കുറ്റൂസെന്ന കുറ്റി പൂജാന. എന്തെല്ലാം അന്ധവിശ്വാസം, കന്നിമൂലടക്കമുള്ള ഹൈന്ദവ വിശ്വാസങ്ങൾ ഈ ഉമ്മത്തിലേക്ക് കൊണ്ടുവന്ന ആരാ? ഈ മുസ്ലിയാക്കന്മാർ തന്നെയാണ്. അങ്ങനെ വീടുണ്ടാക്കുന്നിടത്ത്, വിവാഹ രംഗത്ത്, മരിച്ചിടത്ത്, ജനിക്കുന്നിടത്ത്, എല്ലാ രംഗത്തും ഗർഭണ്ടായാൽ തുടങ്ങി പിഞ്ഞാണം എഴുതലും അതേപോലെ വ്യത്യസ്തമായ അന്ധവിശ്വാസങ്ങൾ. പ്രസവിച്ചാൽ പിന്നെ കറുത്ത നൂല്, കറുത്ത വള, കറുത്ത ചരട്, കറുത്ത കുപ്പായം. ആരാ പഠിപ്പിച്ചത്? ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാ? കണ്ണേട് തട്ടാതാക്കാൻ. കണ്ണേട് തട്ടാക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചത് ദുആ ചെയ്യാനാണ്. കണ്ണേറ് രക്ഷപ്പെടാൻ നബിതങ്ങൾ ദുആ പഠിപ്പിച്ചു. പടച്ച റബ്ബിന്റെ ഖലാഖത്തിന്റെ ഭാഗമാണ് കണ്ണേറ്. അതിന് രക്ഷപ്പെടാൻ ആ റബ്ബിനോട് കാവൽ തേടാനുള്ള പ്രത്യേകമായ ദുആയാണ് പഠിപ്പിച്ചത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന പ്രാർത്ഥന നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. അതിന് അല്ലാതെ അയിമങ്ങനെ കരിങ്കണ്ണ നോക്കു എഴുതി വെക്കാനോ കോലം കുത്തി വെക്കാനോ ചട്ടി കമഴ്ത്തി വെക്കാനോ ഒന്നുമല്ല നബി ഞങ്ങൾ പഠിപ്പിച്ചത്. അതൊക്കെ ഇതിൻ്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളും അന്ധവിശ്വാസങ്ങളും തന്നെയാണ്. ഇങ്ങനെ തുടങ്ങിയാൽ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ചൂഷണങ്ങൾക്ക് പഴുതു തേടി നടക്കുന്ന പൗരോഹിത്യമാണ് നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങളെ. ഇതല്ല പരലോകം ലക്ഷ്യമാക്കുന്ന വിശ്വാസിയുടെ ഒരു യഥാർത്ഥ ജീവിത രീതി. ശിർക്കും ബിദ്അത്തും വ്യാപകമായി, എല്ലാ തിന്മയും വ്യാപകമായി, എല്ലാ രംഗത്തും അനാചാരങ്ങൾ കൊണ്ട് നിബിഡമായി, ആൾക്ക് ജീവിക്കാൻ കഴിയാത്ത എല്ലാത്തിനും ഈ മാമൂലുകളാൽ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ടായി. സഹോദരങ്ങളെ, എന്താ പരിഹാരം? എന്ന് പറഞ്ഞ അത് മാത്രമാണ് നമുക്കവിടെയും പരിഹാര മാർഗമായി കാണാനുള്ളത്. അതുകൊണ്ട് ഈ ശിർക്കിന്റെ വഴിയിൽ നിന്ന് രക്ഷപ്പെടണം. നമുക്ക് പുരോഹിതന്മാർ നമ്മെ ആ വഴിയിലേക്ക് കൊണ്ടുപോകും. പടച്ച റബ്ബിൽ നിന്ന് അകറ്റി പടപ്പുകളിലേക്ക് നമ്മെ കൊണ്ടുപോകും. CM മടവൂരും മൊഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും അടക്കമുള്ള ഒരുപാട് ഷെയ്ഖന്മാരെ പേര് പറഞ്ഞ് അവരാ ലോകം നിയന്ത്രിക്കുന്നത്, അവരാ ഖുത്ബുൽ ഖത്താബ്, അവരാ ഗൗസുൽ അഅ്ലം, അവരാണ് എവിടെ വിളിച്ചാലും വിളി കേൾക്കുന്നവർ. വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വൈബൂടതുത്തീരം ചെയ്യും ഞാനെന്നോ പറഞ്ഞ ശിർക്കിന്റെ ആശയം പഠിപ്പിക്കാൻ ഇവർ രംഗത്തിറങ്ങുമ്പോൾ മുജാഹിദുകളെ നമുക്കുമുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ. അഭിപ്രായ വ്യത്യാസം എന്തുമാവട്ടെ, സംഘടനാപരമായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ ഈ ശിർക്കും ഖുറാഫാത്തും നാട്ടിൽ തഴച്ചു വളരുമ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞ് നോക്കി നിൽക്കാൻ പറ്റൂല. ഇസ്ലാമിക് ഓർഗനൈസേഷൻ അൽഹംദുലില്ലാഹ് കഴിവിന്റെ പരമാവധി ആ രംഗത്ത് ദൗത്യം നിർവഹിക്കുന്നുണ്ട്. ഒരു സിഹറും കണ്ണേറും പറഞ്ഞ് ജിന്നും ശൈത്താനും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ച് കാലം കഴിക്കേണ്ടവരല്ല. ഇവിടെ ഒരാളും ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. ഒരു മുജാഹിദും സിഹർ ചെയ്യാൻ പോകുന്നില്ല. ഒരു മുജാഹിദും അത്തരം ഒരു തെറ്റായ വഴിയിലേക്കും പോകുന്നില്ല. നേരെ മറിച്ച് എന്താ സിഹർ വിഷയം? സിഹറാവട്ടെ, കണ്ണേറാവട്ടെ, ജിന്നാവട്ടെ, അല്ല എന്തു പറഞ്ഞു, റസൂൽ എന്തു പറഞ്ഞു, സത്യമാണ്. അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. അതന്വേഷിക്കാം. എന്താ നിങ്ങളെ അഭിപ്രായം, എന്താ അഭിപ്രായം, എന്താ വിസ്തം പറഞ്ഞു, അത് നോക്കണ്ട. അല്ല എന്തു പറഞ്ഞു, റസൂൽ എന്തു പറഞ്ഞു, അത് അംഗീകരിച്ചോളൂ. അത് അംഗീകരിച്ചാൽ മതി. അതിലുണ്ടോ? ഉണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസമുണ്ട്. അത് നമുക്ക് പറ്റുമോ? ഇല്ല. സിഹർ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. സബീലുൽ മുബിഖാത്ത് 7 വൻപാപമാണ്. ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ലൈസ മിന്നാ മൻ സഹറ ഔ സുഹിറ. സിഹർ ചെയ്തവൻ നമ്മിൽപ്പെട്ടവനല്ല, സിഹർ ചെയ്യിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല.
7 വൻപാപങ്ങൾ ഇജ്തനിബു അസ്ബഅൽ മുബിഖാത്ത്, 7 വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. 1 ശിർക്കാണ്, 2 സിഹ്റാണ്. അത്ര ഗൗരവമായി പഠിപ്പിച്ചു. ആ വഴിക്ക് നമ്മൾ പോകണ്ട. എന്നാൽ സിഹ്ർ ചെയ്താൽ അതിന് വല്ല സ്വാധീനം ഉണ്ടാകുമോ? ഉണ്ടായേക്കാം. എങ്ങനെ ഉണ്ടാവുക? റബ്ബ് നിശ്ചയിച്ച ഖലാഖത്തിന്റെ ഭാഗമായി. വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്ത്. അമാനി മൊഴിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചു നോക്കി. വേറൊന്നും വേണ്ട. അള്ളാഹുവിന് ഇതിനു പ്രകാരമല്ലാതെ, റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരമല്ലാതെ, അവന്റെ ഖലാഖദർ പ്രകാരമല്ലാതെ സിഹ്ർ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഖലാസ്, അവിടെ കഴിഞ്ഞു. ഇനി എന്താ രക്ഷക്കുള്ള വഴി? അല്ലാഹു റസൂൽ പഠിപ്പിച്ച വഴി. പ്രാർത്ഥനകൾ, മുഅവ്വിദത്തൈൻ, ഇഖ്ലാസ്, ഫാത്തിഹ തുടങ്ങി ഖുർആനിലും ഹദീസിലും ഒരുപാട് ദുആകൾ, അതൊക്കെ രക്ഷക്കുള്ള വഴികളാണ്. നബി തങ്ങൾ പഠിപ്പിച്ച എന്തൊക്കെ പരിഹാര മാർഗമുണ്ടോ അതൊക്കെ സ്വീകരിക്കാം. ആ നബി തങ്ങൾ പഠിപ്പിച്ച പരിഹാര മാർഗം അന്ധവിശ്വാസമാണോ? അല്ല. അത് ബുഖാരിയിലുണ്ട്, സ്വീകരിക്കുക എന്നാലോ അത് പ്രയാസമാണ്. അത് ഹദീസിലുണ്ട്, പക്ഷെ സ്വീകാര്യമല്ല വന്നാലോ അത് പ്രയാസമാണ്. ഹദീസിലുണ്ട്, സ്വഹീഹാണ്, സമിഅനാ വ അത്വഅനാ. അതിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ എമ്പാടുമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, കണ്ണെടുക്കാൻ വേണ്ടി കോലം കുത്തി വെക്കുന്ന ആളുകൾ, കരിങ്കണ്ണ നോക്കൂ എന്ന് എഴുതി വെക്കുന്ന ആളുകൾ, പല രൂപമുണ്ടാക്കി വെക്കുന്ന ആളുകൾ, പച്ചക്കറി തോട്ടത്തിന് വരെ മനുഷ്യരൂപമുണ്ടാക്കി വെക്കുന്ന ആളുകൾ അന്ധവിശ്വാസങ്ങളാണ്. കുട്ടികളെ മുഖത്ത് കറുപ്പ് കുത്തുന്ന മനുഷ്യന്മാർ, കറുത്ത കുപ്പായം ഇട്ട് കൊടുക്കുന്ന ആളുകൾ, കരിവള ധരിക്കുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ പരിഹാര മാർഗങ്ങൾ അന്ധവിശ്വാസമാണ്. എവിടെയൊന്നും യഥാർത്ഥം നമുക്ക് വിയോജിക്കേണ്ട കാര്യമില്ല. സംസം വെള്ളം ബർക്കത്തുണ്ടോ ഇല്ലേ എന്ന് തർക്കിക്കണ വല്ല കാര്യമുണ്ടോ? അതിന് ബർക്കത്തില്ല ഒരുത്തം പറഞ്ഞാൽ ആ ബർക്കത്തില്ലാതായി പോകുമോ? ഇല്ല. ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ ഹദീസ് ഉണ്ട്, പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ അത് പ്രയാസമാണ്. ഈ വക വിവാദങ്ങൾ ആരൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് എന്താ ഏതാന്ന് അറിയാതെ അതിന്റെ പിന്നാലെ കൂടി ഇതാ ഇവൻ ജിന്നിന്റെ ആളാണ്, മറ്റേ ആളാണ്, ഇവൻ ജിന്നൂരിയാണ് എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴേക്ക് ഇവിടെ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുമാണ് തഴച്ചു വളരുന്നത്. അവിടെ ചില ബാധ്യതകൾ നിർവഹിക്കാനുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി നാം സൂചിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ രംഗത്തും ഇടപെടുന്നു. നേരത്തെ നമ്മൾ കണ്ടല്ലോ മുഖാമുഖം 4-ാം തീയതി ഖബറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഈ റബീഉൽ മാസം വന്നപ്പോൾ 2 മുഖാമുഖങ്ങൾ ആ വിഷയത്തിൽ, നബിയാഘോഷത്തിലെ വിഷയത്തിൽ എന്താ പ്രമാണം പറയുന്നത് എന്ന് കൃത്യമായ ഗുണകാംക്ഷയുടെ സ്വരത്തിൽ ഒരാളെയും കുറ്റപ്പെടുത്താതെ, ഒരാളെയും ആക്ഷേപിക്കാതെ ഏറ്റവും കൃത്യമായി 2 മുഖാമുഖങ്ങൾ ഈ റബീഉൽ മാസത്തിലും ഈ കൂട്ടായ്മക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. സംവാദമിത ചെറുവാടിയിൽ വ്യവസ്ഥ തയ്യാറായി കഴിഞ്ഞു. നബിദിനാഘോഷ വിഷയത്തിൽ മുഖാമുഖം നടത്തി ചെറുവാടിയിൽ അവർ മറുപടി വെച്ചു, തിരിച്ചു മറുപടി വെച്ചു. അവർ പിന്നെയും പറഞ്ഞു, പിന്നെയും നമ്മളോട് പറഞ്ഞു. അവർ കത്തുമായി വന്നു, സംവാദത്തിന് തയ്യാറുണ്ട് വെച്ചു, ഉണ്ടെന്ന് അവർ മറുപടി കൊടുത്തു. വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. അവരുടെ വ്യവസ്ഥകൾ കൈമാറി, നമ്മുടെ വ്യവസ്ഥയും കൈമാറി. ഡേറ്റ് തീരുമാനമാകാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഡേറ്റ് തീരുമാനമായാൽ റബ്ബിന് തൗഫീഖ് ഉണ്ടെങ്കിൽ അത് സംവാദം നടക്കും. ഹക്ക് ബോധ്യപ്പെടാൻ അത് നിമിത്തമാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. എല്ലാ രംഗത്തും ഇവിടെ സ്വതന്ത്രവാദങ്ങൾ, നിരീശ്വരവാദങ്ങൾ വ്യാപകമായി വരുമ്പോൾ ഡയലോഗ് എന്ന പേരിൽ അതിനെതിരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ, നിരീശ്വരവാദികളുടെ, സ്വതന്ത്രവാദികളുടെ, ലിബറൽ ചിന്താഗതിക്കാരുടെ എന്തെല്ലാം വിമർശനമുണ്ടോ ഓരോന്നും എടുത്തു തിരിച്ചുകൊണ്ട് വളരെ കൃത്യമായി ആയത്തും ഹദീസും വെച്ച് മറുപടി പറയുന്ന ഡയലോഗുകൾ, ലഹരിയും സമാനമായ സംവിധാനം വ്യാപകമായി വന്നപ്പോൾ അതിനെതിരായി വ്യത്യസ്തമായ ബോധവൽക്കരണ പ്രോഗ്രാമുകൾ, കുടുംബരംഗങ്ങളിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഭാര്യാഭർത്തൃ വിഷയങ്ങൾ, മക്കളുടെ കാര്യത്തിൽ വലിയ വലിയ ആശങ്ക ഉയർന്നു വന്നപ്പോൾ ഫാമിലി കോൺഫറൻസുകൾ എല്ലാ ജില്ലകളിലും വിദേശ രാജ്യങ്ങളിലുമടക്കം സംഘടിപ്പിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. പീസ് റേഡിയോ വല്ലാത്തൊരു സംവിധാനമാണ്. മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് പീസ് റേഡിയോ സെർച്ച് ചെയ്താൽ ഏതൊരാൾക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് 24 മണിക്കൂറും ഏറ്റവും ഗുണകാംക്ഷയോടെ ദീനിന്റെ എല്ലാ വശങ്ങളെയും പ്രതിപാദിക്കുന്ന വല്ലാത്തൊരു സംരംഭമാണ് പീസ് റേഡിയോ. റബ്ബ് കബൂലാക്കുമാറാവട്ടെ. ജാമിഅ അൽ ഹിന്ദ്, ഒരുപാട് ജാമ്യകൾ കേരളത്തിലുണ്ട്. പലതും ലക്ഷ്യം മാറി അല്ലെങ്കിൽ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ പിറകോട്ട് പോയപ്പോൾ അവിടെ ശരിയായ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് കിതാബുകൾ പഠിച്ച, ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച പണ്ഡിതന്മാരെ, പ്രബോധകന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാം സ്ഥാപിച്ച ജാമിഅ അൽ ഹിന്ദ് ഹിക്കമികൾ എന്ന പേരിൽ ഇന്ന് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ സമൂഹത്തിൽ സജീവമാണ്. ഖുതുബകളിൽ, മിമ്പറുകളിൽ അവരുണ്ട്, ഖണ്ഡനങ്ങളിൽ പ്രഭാഷകരുണ്ട്, വാദപ്രതിവാദ മുഖാമുകളിൽ അവരാണ് മുഖ്യമായ പങ്ക് വഹിക്കുന്നത്. അൽഹംദുലില്ലാഹ് വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ 200-ലേറെ വിദ്യാർത്ഥികൾ ജാമിഅത്തുൽ ഹിന്ദിലുണ്ട്. 100, 200, 500, 1000 ഹദീസ് കാണാതെ പഠിച്ച ആളുകൾ ജാമിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിതാബ് തൗഹീദും ഉസൂലുൽ സലാസയും ഖവായിദുൽ അർബഅയും
നവാഖിൽ ഇസ്ലാമും അടക്കമുള്ള ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഹിഫ്ലാക്കിയ മക്കൾ ജാമിഅ അൽ ഹിന്ദിലുണ്ട്. അൽഹംദുലില്ലാ, ദൗത്യ നിർവഹണമാണ്. അതൊന്നും വാശിക്കല്ല, നമുക്കും വേണമെന്ന് പറയാനല്ല. ആരെങ്കിലും പിടിച്ച് നിങ്ങൾ പുറത്താണ് ഔട്ടാന്ന് പറയുമ്പോൾ എന്നാ തൽക്കാലം വീട്ടിൽ പോയി വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചതല്ല. ആ ദൗത്യം നിർവഹിക്കാനുള്ള പുറപ്പെടൽ തന്നെയായിരുന്നു അത്. അൽഹംദുലില്ലാ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സഹോദരങ്ങൾ സൂചിപ്പിച്ചത് നമുക്കൊരുപാട് ദൗത്യമുണ്ട്. മദ്രസ സംവിധാനങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഇന്ന്. വ്യത്യസ്തമായ കാരണങ്ങളാൽ മദ്രസ സംവിധാനം താഴോട്ട് പോകുമ്പോൾ ഏറ്റവും കുറ്റമറ്റ വ്യവസ്ഥാപിതമായ മദ്രസ സംവിധാനം പ്രീ ക്ലാസ് മുതൽ ബഹ്ജത്തുൽ അത്ഫാൽ എന്ന പേരിൽ പ്രീ ക്ലാസ് മുതൽ ഇങ്ങോട്ട് വ്യവസ്ഥാപിതമായ മദ്രസ സംവിധാനം അൽഹംദുലില്ലാ ഈ സംവിധാനം ഈ കൂട്ടായ്മയുടെ കീഴിലുണ്ട്. നമുക്കൊന്നിച്ച് ഈ വഴിയിൽ മുന്നോട്ട് പോകണം. ഒരു സംഘടനയിലേക്കുള്ള ക്ഷണമല്ല, ഒരു സംഘടന മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറയുന്നത് അതൊന്നും വേണ്ട, വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേണ്ട. പക്ഷേ നമ്മൾ അനാവശ്യമായി നമ്മൾ ആയുസ് പാഴാക്കാൻ പാടില്ല, സമയം പാഴാക്കാൻ പാടില്ല. ഒരുപാട് ദൗത്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആയുസ് കുറച്ചേയുള്ളൂ. 94-ാമത്തെ വയസ്സും ചൂഷണവുമായി ഇത്തരം ഉസ്താദുമായി ഇറങ്ങുമ്പോൾ ചുറുചുറുക്കുള്ള നല്ല യുവപ്രായത്തിലും ഇതൊക്കെ ഇപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ഞാനിപ്പോൾ ഒന്നിനില്ല എന്നും പറഞ്ഞ് നമ്മുടെ കച്ചവടവും നമ്മുടെ ജോലിയും നമ്മുടെ ഓഫീസും കഴിഞ്ഞ് വൈകുന്നേരം വന്ന് മക്കളെ കൂടെ അവിടെ സ്വസ്ഥമായി കിടന്നുടങ്ങി രാത്രി സ്വസ്ഥമായി എവിടെയെങ്കിലും പോയി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് ടൂറും പോയി ഞാനും മുജാഹിദാന്ന് പറഞ്ഞു നടന്നാൽ സഹോദരങ്ങളെ അവിടെ ദൗത്യം പൂർത്തിയാകുന്നില്ല. അതുകൊണ്ട് വിവാദങ്ങൾ അതിനെ വഴിക്ക് പോകട്ടെ, ദുരുദ്ദേശമുള്ളവർ ആ വഴിക്ക് പോകട്ടെ. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാം. ആയുസ് കുറച്ചേയുള്ളൂ. നാളെ രാവിലെ ഒരു പക്ഷേ എൻ്റെ പേരിൽ മെസ്സേജ് വരും, അയാൾ മരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളൊക്കെ പറയും ഇന്നലെ വന്ന് പ്രസംഗിച്ചു പോയ ആളിതാ ഇന്ന് മരിച്ചല്ലോ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെന്ന് നമ്മൾ തൽക്കാലം ഒരു വേദന പറയുമെന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അതുകൊണ്ട് ബഹളം വിവാദം ഉണ്ടാക്കിയവർക്കൊക്കെ ചില താല്പര്യമുണ്ടാകും. ജിന്നായാലും സിഹറായാലും കണ്ണേറായാലും അത്തരം വിഷയങ്ങൾ എടുത്തിട്ട ആളുകൾക്ക് മറ്റു ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നത് പിന്നീട് തിരിച്ചറിഞ്ഞു. അവരാവട്ടെ, അവരെ പാടാവട്ടെ, അതിൽ പെട്ടുപോകേണ്ടതില്ല. നമുക്ക് അവിടെയൊക്കെ നമ്മുടെ നിലപാടെന്താ? അല്ലാഹ് എന്തു പറഞ്ഞോ, റസൂൽ എന്തു പറഞ്ഞോ, സമീഅനാ വ അത്വഅനാ. മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് തേടാൻ ഒരു ജിന്നും ആവശ്യമില്ല, തേടാൻ ഒരു പടപ്പും ആവശ്യമില്ല, ഒരു മനക്കിനോടും തേട്ടമില്ല, ഒരു ജിന്നിനോടും തേട്ടമില്ല, ഒരു ഇൻസിനോടും തേട്ടമില്ല. നമ്മുടെ തേട്ടം നമ്മുടെ റബ്ബിനോട് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നു. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹ് മതി. തവക്കൽതുഅല്ലാഹ്, എല്ലാം അല്ലാഹനെ ഏൽപ്പിച്ചു. നിഅ്മൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹയാണ്. ആ റബ്ബിൽ ഏൽപ്പിച്ചാൽ പിന്നെന്തു പേടിക്കാൻ? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. റബ്ബിൽ തവക്കുലാക്കിയാൽ അവൻ മതി അവന് എന്നാണ്. അല്ലാതെ CM മടവിലല്ല നമ്മുടെ തവക്കുല്, ജിന്നിതല്ല നമ്മുടെ തവക്കുല്. ഏതെങ്കിലും രംഗത്ത് എവിടെയെങ്കിലും പോയി അകപ്പെടുമ്പോൾ ജിന്ന് സഹായിക്കുമെന്നല്ല നമ്മുടെ പ്രതീക്ഷ, മടവൂർ ഓടിയെത്തുമെന്നല്ല നമ്മുടെ പ്രതീക്ഷ. എനിക്ക് എൻ്റെ റബ്ബുണ്ട്. കല്ലാ ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവനൊരു മാർഗം കാണിച്ചു തരുമെന്ന ഇബ്രാഹിം നബിയുടെ ആ പ്രഖ്യാപനം, മൂസാ നബിയുടെ ആ പ്രഖ്യാപനം, മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനം സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആ തൗഹീദ് അചഞ്ചലമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, അഭൗതികമായി ദോഷം ചെയ്യാൻ, ഗുണം നൽകാൻ പടച്ച റബ്ബിനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല.